ക്ഷേത്രങ്ങളാണ് ഹിന്ദുക്കളുടെ പൊതുവായ ഒരു കേന്ദ്രവും ഹിന്ദു സമൂഹത്തെ ഉണർത്താൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമവും ഒരു ഉപകരണമാണ് ക്ഷേത്രം എന്നർത്ഥം. ഹിന്ദു സമൂഹത്തെ ഉണർത്താനുള്ള ഒരു ഉപകരണമാണ് ക്ഷേത്രം. വെറും ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല എന്നർത്ഥം. കാരണം ആരാധനയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മുടെ ദർശനമനുസരിച്ച് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തും ദർശനങ്ങളും എല്ലാം നോക്കിയാലും ആരാധന എവിടെ ഇരുന്നും ചെയ്യാം. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അവിടെ ഈശ്വരനുണ്ട്, അവിടം വൈകുണ്ഠവുമാണ്. എന്നിരിക്കെ പിന്നെ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്നത് എന്തിനാണ്? ഇതിൻ്റെ വാസ്തവത്തിൽ ആവശ്യമില്ല. പ്രാർത്ഥിക്കാനാണെങ്കിൽ അമ്പലത്തിൽ, പ്രാർത്ഥിക്കാൻ മാത്രമാണെങ്കിൽ അമ്പലത്തിൽ വരേണ്ടതില്ല എന്നർത്ഥം. പിന്നെ എന്തിനാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത്? ഇപ്പം നിങ്ങൾ ഓരോരുത്തരും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയും ഉപാസനയും ഒക്കെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എല്ലാവരോടും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹിന്ദു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഒന്നിച്ചു വരാനുള്ള ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് കൂടെയാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നർത്ഥം. പ്രാർത്ഥന നിരതമാകാൻ മാത്രമല്ല എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോൾ പിന്നെ എന്തിനും കൂടെയാണ് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. എന്തിനും കൂടെയാണ് എന്നുള്ളത് ആലോചിക്കുകയും അതിനും കൂടി ആയിരിക്കണം ക്ഷേത്രത്തിൽ വരുന്നത്. അതുവഴിയേ പറയാം. നമ്മുടെ നവോത്ഥാന നായകന്മാരെന്ന് പറയുന്ന ആധുനിക നവോത്ഥാന നായകർ, ഇവിടെ ചെറുപ്പക്കാർ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് അവർ ഈ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിക്കുന്നത് വേറൊരു കെട്ട കാര്യങ്ങളാണ്. നവോത്ഥാനം എന്ന് പറഞ്ഞെന്നാൽ അത് വേറെ ഒരു നാടിൻ്റെ രീതിയാണ്. ആചാരങ്ങളെ നിഷേധിക്കുന്നതാണ്. നമ്മുടെ ജീവിത സങ്കല്പങ്ങളെയും മൂല്യങ്ങളെയും എല്ലാം വലിച്ചെറിയുകയും തകർക്കുകയും ചെയ്യുന്നതാണ് നവോത്ഥാനം എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത്. എല്ലാ കേരളത്തിലെ ഏതാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ആ യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കുന്ന നേതാക്കന്മാരും ഭരണാധികാരികളും പരസ്യമായി പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചൊരു നമ്മുടെ ഒരു മന്ത്രി, പ്രധാനപ്പെട്ട ഒരു മന്ത്രി കേരളത്തിൽ, അദ്ദേഹം പറഞ്ഞത് ആചാര ലംഘനമാണ് ഗുരുദേവൻ പഠിപ്പിച്ചതെന്നാണ്. ഇവിടുന്ന് കിട്ടിയ വിവരക്കേടാണ് അത് എന്നറിയില്ല, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതാണ് എന്നുറപ്പാണ്. ആചാര ലംഘനം അല്ല ഒരു നവോത്ഥാന നായകനും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു യഥാർത്ഥത്തിലുള്ള സംസ്കാര ശൂന്യ നായകന്മാരുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒത്തിരി. സാംസ്കാരിക നായകന്മാർ, ആധ്യാത്മിക ആചാര്യന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, ഇവരൊന്നും ആചാര ലംഘനമല്ല പഠിപ്പിച്ചിരിക്കുന്നത്. ചില ആചാരം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് ആചാരമല്ലാത്തത് കൊണ്ടാണ് ലംഘിച്ചത്. അനാചാരങ്ങളെയാണ് ലംഘിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ധർമാചാര്യന്മാർ, നവോത്ഥാന നായകന്മാർ ചെയ്തിട്ടുള്ളത് 3 കാര്യമാണ് ഈ ആചാരങ്ങളെ സംബന്ധിച്ച്. ഒന്ന്, ആചാരം അഥവാ ആചരണം, അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അത്തരം ആചരണം കാലഹരണപ്പെട്ടതാണെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അത് ആവശ്യവുമാണല്ലോ. ഓരോ കാലത്തും പ്രത്യേകം കാര്യങ്ങൾ വേണ്ടി വരും. അത് ആ കാലത്തിന് ചേരുന്നതായിരിക്കും, പിന്നെ ആവശ്യമുണ്ടായിരിക്കില്ല. അതിനെയാണ് കാലഹരണപ്പെട്ടത് എന്ന് പറയുന്നത്. അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ആ വേണ്ടെന്ന് വെച്ചിട്ടൊരു ശൂന്യതയല്ല അവർ സൃഷ്ടിച്ചത്. ശൂന്യത സൃഷ്ടിച്ചു എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും ഈ പറയുന്ന സംസ്കാര ശൂന്യ നായകന്മാരും സർവകലാശാല പ്രൊഫസർമാരും പഠിപ്പിക്കുന്നത്. ഈ കൊള്ളരുതാത്തതൊക്കെ വേണ്ടെന്ന് വെച്ചു, ഒരാചാരവും വേണ്ട, അങ്ങനല്ല. കൊള്ളരുതാത്തത് വേണ്ടെന്ന് വെച്ചു, കാലഹരണപ്പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചു. ചിലത് കൊള്ളാം, പക്ഷെ ഈ കാലത്തിന് ഇങ്ങനെ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ അതിനെ പരിഷ്കരിച്ചു. ചില ആചരണങ്ങളെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചു. ഇതാണ് രണ്ടാമത് ചെയ്തത്. മൂന്നാമത് ചെയ്തത് ഇന്നത്തെ കാലത്തിന് ഉള്ളതുമാണ്, ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമാണ് എന്നുള്ളത് ചിലത് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അവർ പുതിയതായി ചില ആചരണങ്ങൾ നടപ്പാക്കി. അപ്പോൾ കൊള്ളരുതാത്തതിനെ വേണ്ടെന്ന് വയ്ക്കുകയും കൊള്ളാവുന്നതിനെ നിലനിർത്തുകയും ചിലതിനെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുകയും കാലത്തിനാവശ്യമുള്ളതില്ലെങ്കിൽ അതിനെ സൃഷ്ടിക്കുകയും ചെയ്തു. ആചരണം വേണ്ടെന്ന് വയ്ക്കുകയല്ല ചെയ്തത്, ആചരണത്തിനെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുകയും പുതിയതായി ഉണ്ടാക്കുകയുമാണ് ചെയ്തത്. അതെങ്ങനെ ആചാരലംഘനമാവും? അതെങ്ങനെ ആചാരലംഘനമാവും? അതുകൊണ്ട് ഈ കൊള്ളരുതായ്മ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുമ്പോൾ, സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുമ്പം ഇത് കേൾക്കേണ്ട കൊച്ചുമക്കളും മക്കളും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അവരോട് പോയി പറയണം ഈ കാര്യം.
അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതിൻ്റെ കാര്യം. ഇവിടെ അവർക്ക് വരാൻ സമയമില്ല, കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഈ സമയത്തൊന്നും അവർക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് അവരോട് പറയണം. കാരണം നിങ്ങളിത് കേട്ടിട്ട് യൂണിവേഴ്സിറ്റിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ പഠിക്കുന്നുണ്ട്, അവിടെ അവർ പഠിപ്പിക്കുന്നുണ്ട്, അവർ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവിടെ ഈ കൊളരുതായ്മകൾ മുഴുവൻ കേട്ട് പഠിക്കുമ്പോൾ അവർ വഴിപിഴച്ച് പോയില്ലെങ്കിൽ അതിശയമുള്ളൂ. അപ്പം നമ്മുടെ മക്കളും വഴിപിഴയ്ക്കാതിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ അവരോട് പോയി പറയണം. നമ്മുടെ ആചാര്യന്മാർ ആചാരലംഘനമല്ല നടത്തിയത്, ആചാര പരിഷ്കരണവും ആചാര സ്ഥാപനവുമാണ് നടത്തിയത്. അത് സാമൂഹിക ജീവിതത്തിന് ആവശ്യമാണ്, മനുഷ്യനാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒരു നവോത്ഥാന നായകനും നിങ്ങൾ ഏത് വേണമെങ്കിലും, ഇപ്പോൾ ഇവിടെ ഒരു സംവാദവേദി അല്ലാത്തതുകൊണ്ട് ഇത് കഴിയുമ്പോൾ വേണം നിങ്ങൾ ചോദിച്ചുകൊള്ളുക, ആരാണ് ഇന്ന ഒരാൾ ആചാരങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞില്ലേ, പഠിപ്പിച്ചില്ല. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നൊരു പുസ്തകമുണ്ട്, കേരള സർവകലാശാലയിലെ പ്രസിദ്ധനായ ഒരു പ്രൊഫസർ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് ശരിയല്ല പരസ്യമായിട്ട്. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് വിനയം, സ്നേഹം, വിധേയത്വം, ഒരാളോടുള്ള ഒരാളുടെ ആജ്ഞ അനുസരിക്കൽ, ഇതെല്ലാം വരണ്യവർഗത്തിൻ്റെ കൊള്ളരുതാത്ത മൂല്യങ്ങളാണ്. ഇതെല്ലാം നിഷേധിക്കുകയാണ് യഥാർത്ഥ പുരോഗതി എന്ന് സർവകലാശാല പ്രൊഫസർ പറയുകയാണ്. ഒന്നിനോടും വിധേയത്വം പാടില്ല, ഒന്നിനെയും അനുസരിക്കാൻ പാടില്ല, ഒന്നും കൊണ്ട നടക്കാൻ പാടില്ല. നിങ്ങൾ മാത്രമാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കേണ്ടത് എന്ന് പ്രൊഫസർമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല, ഇന്നലെ വായിച്ച കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിലെങ്കിലും വഴിപിഴച്ച വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളും ചെറുപ്പക്കാരും വഴിപിഴയ്ക്കുമ്പോൾ അവരെ നേരെ കൊണ്ടുവരാനുള്ള ഒരു ഉപകരണമാക്കി ക്ഷേത്രത്തിനെ മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. മാറ്റാൻ പറ്റണം എന്നുള്ളതാണ് ആവശ്യം. ആ നിലയ്ക്ക് ഇത് നടത്താനും സംഘടിപ്പിക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ആചാര്യന്മാർ ക്ഷേത്രങ്ങളെ കൊണ്ട് ചെയ്തത് എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ക്ഷേത്രം ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു. സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക കേന്ദ്രങ്ങൾ, ഇതെല്ലാം വേറെ വേറെ കാര്യങ്ങളാണ്. സാമൂഹിക ബോധം ഉണ്ടാവാൻ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുന്ന പ്രാർത്ഥിക്കാവുന്നിടത്ത് പിന്നെ നിങ്ങളെന്തിനാ ഇവിടെ ഒന്നിച്ചു വന്നത്? ഇപ്പം നമ്മളൊരു സമൂഹമാണ് ഇപ്പോൾ ഇവിടെ. ഈ കൈപ്പുഴ ക്ഷേത്രത്തിന് ചുറ്റിനുമുള്ള ഹിന്ദുക്കൾ ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു ആവശ്യം. ഇപ്പോൾ ഒന്നിച്ചു വരുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? ഈ നാട്ടിൽ എത്ര ഹിന്ദുക്കളുണ്ട്? വരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടോ? വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാവരും ഇവിടെ ഒന്നിച്ചു വരുന്നില്ലെങ്കിൽ പിന്നെ ക്ഷേത്രം കൊണ്ട് സാമൂഹിക ഐക്യം എങ്ങനെ ഉണ്ടാവും? കൂട്ടായ്മ എങ്ങനെ ഉണ്ടാവും? കൂട്ടായ്മ ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ ദൈവീകത എന്ന് പറയുന്നതിൽ അർത്ഥമെന്താ? മൃഗീയതയാണ്, രാക്ഷസീയതയാണ്, സ്വാർത്ഥതയും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ജീവിതവും. സാമൂഹിക ബോധം എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ രീതി. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. ആ സാമൂഹിക ജീവി എന്നുള്ള നിലയ്ക്ക് മനുഷ്യനെ ഒന്നിച്ചു കൊണ്ടുവരാനുള്ള കേന്ദ്രം എന്നുള്ള നിലയിൽ ക്ഷേത്രങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്യണം. ഇനി അങ്ങോട്ടെങ്കിലും ആ നിലയിൽ കൂടി കാര്യങ്ങൾ ആലോചിക്കുകയും ആസൂത്രണം ചെയ്യുകയും വേണം എന്നർത്ഥം. എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവർക്കും കൂടി വരാവുന്ന ചില സമയവും ഒക്കെ കണക്കാക്കേണ്ടി വരും. എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ എല്ലാവർക്കും വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൂടി വരാവുന്ന സന്ദർഭം കണക്കാക്കി ഇത്തരം വിഷയങ്ങൾ അവിടെയാണ് ചർച്ച ചെയ്യേണ്ടത് വാസ്തവത്തിൽ. അപ്പോഴാണ് സാമൂഹികമായ ബോധവും സാംസ്കാരികമായ പ്രയോജനം ഉണ്ടാവണം. സംസ്കാരം എന്ന് പറയുന്നത്, വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു, എന്താണ് ഈ സംസ്കാരം എന്ന് പറഞ്ഞെന്നാൽ, കൂടുതൽ ആത്മീയതയിലേക്ക് അടുക്കുന്നതാണ് ഒരു മനുഷ്യൻ സംസ്കാര സമ്പന്നനായി മാറി എന്ന് പറഞ്ഞാൽ അർത്ഥം. ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഭക്തനായി മാറുക എന്നുള്ളത് മാത്രമല്ല അർത്ഥം. ഭക്തിയിലൂടെ ആത്മീയത വളരണം. ആത്മീയത എന്ന് പറയുന്നത് ഈ മുഴു പ്രപഞ്ചത്തെയും നമ്മുടെ തന്നെ ഭാഗമായി കാണുന്നതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് മതമല്ല. മതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതി. അത് കൊള്ളാവുന്നതാണെങ്കിലും കൊള്ളരുതാത്തതാണെങ്കിലും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നതാണെങ്കിലും കുറേ കാര്യങ്ങൾ അങ്ങനത്തേത് വിശ്വസിച്ചാൽ ഒരു മതവിശ്വാസിയായി മാറും. പക്ഷേ ആത്മീയത എന്ന് പറയുന്നത്, അത് ആത്മീയതയുടെ പ്രയോഗമാണ് ധർമ്മം. ധർമ്മിഷ്ഠനാവുക എന്ന് പറഞ്ഞാൽ വിശ്വാസം പോരാ. ധർമ്മം എന്ത് ചെയ്യുന്നതാണ്? ആചരിക്കുന്നതാണല്ലോ ധർമ്മം. അല്ലാത്തത് ആചാരമൊന്നും, ആചരിക്കാത്തതിനെ ധർമ്മം എന്ന് പറയാൻ പറ്റില്ല, വിശ്വാസം എന്ന് പറയാം.
അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് ആചരിക്കുന്നതാണ്. അപ്പോൾ അത്തരം ആചരണങ്ങൾ, അത്തരം ഈ പ്രപഞ്ചം മുഴുവൻ ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ അതിനനുസരിച്ച് ജീവിത ആചരണങ്ങൾ കെട്ടിപ്പടുക്കുമ്പോഴാണ് ധാർമ്മികമായ പുരോഗതി ഉണ്ടാവുന്നത്. ആ ധാർമ്മിക ബോധം ഉണ്ടാക്കുന്നതിനും കൂടിയാണ് ക്ഷേത്രം. അപ്പോൾ അത് സാമൂഹികമാണ്. ധർമ്മം എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് കാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ എനിക്കെന്ത് ധർമ്മം? ആരോടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ആർക്കും വേണ്ടി ഒന്നും ചെയ്യാനില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കാട്ടിലാണ്, ഒന്നുമില്ല. ഞാൻ എൻ്റെ ജീവൻ നിലനിർത്താനുള്ളത് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് അവിടെ കിടക്കുക, ഉറങ്ങുക എന്നല്ലാതെ വേറെ പണിയൊന്നുമില്ല. കൂട്ടായ ജീവിതം വരുമ്പോഴാണ് ധാർമ്മികമായ ചില ആചരണങ്ങൾ, നിബന്ധനകൾ ഒക്കെ വേണ്ടി വരുന്നത്. അത്തരം ധാർമ്മിക ബോധമുണ്ടാക്കാൻ, നിസ്വാർത്ഥത വളർത്താൻ, അതാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് വളർത്താനാണ് ക്ഷേത്രം, അതിന് കൂടിയായിരിക്കണം ക്ഷേത്രം എന്നർത്ഥം. ഈ നിലയിലാണ് നമ്മുടെ പൂർവികന്മാർ ക്ഷേത്രങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത്. ക്ഷേത്രങ്ങൾ തകർന്നപ്പോൾ ഹിന്ദുക്കൾ അധപ്പതിച്ചു. ക്ഷേത്രങ്ങൾ തകർന്നപ്പോഴാണ് ഹിന്ദുക്കൾ അധപ്പതിച്ചത്. പിന്നെ ക്ഷേത്രം പുനരുദ്ധരിച്ചത് എപ്പോഴാണ്? ഹിന്ദുക്കൾ ഉണർന്നപ്പോൾ. ഈ ക്ഷേത്രം ഒരു 40 കൊല്ലം മുമ്പ് എങ്ങനെയാണ് കിടന്നേ? ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കറിയാമല്ലോ. ഈ ക്ഷേത്രം ഈ പരുവത്തിലായത് എപ്പോഴാണ്? ഈ നാട്ടിലെ ഹിന്ദുക്കൾ ഉണർന്നപ്പോഴാണ്. ഈ ക്ഷേത്രങ്ങൾ തകർന്ന് ഇവിടെ വരാൻ ആളില്ലാതെ കിടന്നപ്പോൾ ഹിന്ദുക്കളുടെ ജീവിതം എങ്ങനെയായിരുന്നു? വലിയ സാംസ്കാരിക സമ്പന്നമായ, ഉന്നതമായ, നല്ല സാമൂഹിക ബോധമുള്ള ജീവിതമായിരുന്നോ? അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ക്ഷേത്രം തകർന്നപ്പോൾ ഹിന്ദുക്കൾ അധപ്പതിക്കുകയും ഹിന്ദുക്കൾ ഉണർന്നപ്പോൾ ക്ഷേത്രം വളരുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ ഉയർച്ച താഴ്ചകളുടെ കാരണവും ക്ഷേത്രം തന്നെയാണ് എന്നർത്ഥം. ക്ഷേത്രം തകർന്നാൽ ഹിന്ദുക്കൾ അധപ്പതിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ്. ക്ഷേത്രം ഉയർന്നാൽ ഹിന്ദുക്കൾ ഉയരും എന്നുള്ളതിൻ്റെയും തെളിവാണ് ഈ ക്ഷേത്രവും. എന്ന് വെച്ചാൽ ഈ ക്ഷേത്രം ഉയരുമ്പോൾ ഈ നാട്ടിലെ ഹിന്ദുവിൻ്റെ ജീവിതവും ഉയരണം. സാമ്പത്തികമായി ഉയരണം, സാമൂഹികമായി ഉയരണം, സാംസ്കാരികമായി ഉയരണം, ആധ്യാത്മികമായി ഉയരണം. എല്ലാ അർത്ഥത്തിലും ഉയരണം. 4 കാശുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. കാശുള്ള പിള്ളേരൊക്കെ ഇപ്പോൾ ചാരായം അടിച്ച് എറണാകുളത്ത് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് കാശുണ്ടായാൽ വളർച്ചയായി, പുരോഗതിയായി. നമ്മളൊക്കെ മക്കളെ വളർത്തുന്നത് അങ്ങനെയല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ പിള്ളേരെ വളർത്തുന്നതിൽ 99% നമ്മുടെ ശ്രദ്ധ അവർക്ക് നല്ല ഒരു ജോലി കിട്ടണം, നല്ല കാശുള്ള വലിയ ഉദ്യോഗമായി കിട്ടണം, നല്ല പൈസ, ലക്ഷക്കണക്കിന് 1 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് മാസം ശമ്പളം കിട്ടുന്ന ജോലി വേണം എന്ന് കരുതി ആ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്, അത് ആവശ്യവുമാണ്. പക്ഷേ ആ 1 ലക്ഷം രൂപ അല്ലെ 50,000 രൂപ 80,000 രൂപ ശമ്പളം കിട്ടുന്ന മകന് അവർ മനുഷ്യനാവാനുള്ളത് എന്തെങ്കിലും കൂടി പഠിപ്പിച്ചിട്ടുണ്ടോ? അതില്ലെങ്കിൽ പിന്നെ ഈ 80,000 1 ലക്ഷം കിട്ടിയിട്ട് ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. 365 ദിവസം ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ഉണ്ടാക്കുന്ന ചെറുപ്പക്കാർ, ആൺകുട്ടികളും പെൺകുട്ടികളും തെരുവ് നായ്ക്കളെ പോലെ എറണാകുളം പട്ടണത്തിൽ ജീവിക്കുന്നത് ഞാൻ നിത്യേന കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ വീട്ടിൽ, ചിലരുടെ വീട്ടിൽ ഭാര്യ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, സഹോദരി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവർ ആ സഹോദരിയാണെന്നോ ഭാര്യയാണെന്നോ കണക്കാക്കാതെ തെരുവ് നായ്ക്കളെപ്പോലെ കെട്ടിമറിഞ്ഞ് എറണാകുളത്ത് ചാരായവും അടിച്ച് കിടന്ന് ജീവിക്കണമെങ്കിൽ അവർക്കെന്താണ് പൈസ കൊണ്ട് കിട്ടിയത്? അതിന് പൈസ വേണ്ടല്ലോ. തെരുവ് നായയെ പോലെ ജീവിക്കാൻ എന്തിനാ IT പ്രൊഫഷണൽ ആവേണ്ട കാര്യമുണ്ടോ? യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ തന്നെ അങ്ങനെ ജീവിക്കാം. പക്ഷേ നമ്മൾ പഠിപ്പിച്ച് കൊണ്ടുപോയത് അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മിനിങ്ങാന്ന് തൃശ്ശൂരിൽ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ 30 കൊല്ലം അദ്ദേഹം ഗൾഫിലായി. തിരിച്ചു വന്നിപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 30 കൊല്ലം ഉണ്ടാക്കിയ പൈസ മുഴുവൻ മാസാമാസം വീട്ടിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒന്നും ബാക്കിയില്ല. ആ പൈസ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന്, എന്തിന് വിനിയോഗിക്കുന്നു എന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതായിരുന്നില്ലേ? നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നില്ലേ? നിങ്ങൾ ആലോചിക്കാറുണ്ടോ? നിങ്ങളുണ്ടാക്കുന്ന പൈസ, ഉണ്ടാക്കിയ പൈസ, ആ പണം എങ്ങനെ വിനിയോഗിക്കണം, മക്കൾ എന്തിനു പ്രയോജനപ്പെടുത്തണം, മക്കൾ മനുഷ്യരായി വളരുന്നുണ്ടോ, വളർത്താൻ നാം എന്ത് കൊടുത്തു? അതുകൂടി കൊടുക്കുമ്പോഴാണ് മനുഷ്യരായി വളരുന്നത്. സർവകലാശാല വിദ്യാഭ്യാസം മനുഷ്യനെ മൃഗമാക്കുമ്പോൾ ക്ഷേത്ര സങ്കേതങ്ങൾ കുട്ടികളെ മനുഷ്യനാക്കി വളർത്താൻ ഉപയോഗിക്കണം എന്നർത്ഥം. യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ വിടുമ്പോൾ അവർ മൃഗമായി അധപ്പതിക്കുന്നു. ക്ഷേത്രത്തിൽ വരുമ്പോൾ അവർ അപ്പോഴെങ്കിലും അവർ ആകണമെങ്കിൽ അവരെ ക്ഷേത്രത്തിൽ കൊണ്ടുവരണം. ഇവിടെ ഇരിക്കുന്നവർ നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ക്ഷേത്രത്തിലും കൂടി കൊണ്ടുവരുമ്പോഴാണ് ക്ഷേത്രം ആ നിലയിൽ മനുഷ്യർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കേന്ദ്രമായി മാറുന്നത് എന്നർത്ഥം. കേരളത്തിലെ ഏതാണ്ട് ഈ കേരളത്തിൽ ഒരു 40-50 കൊല്ലം മുമ്പ് ക്ഷേത്രങ്ങൾ, ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു ഏർപ്പാട് കേളപ്പജി തുടങ്ങിയതാണ്. കേളപ്പൻ
അദ്ദേഹം തുടങ്ങിയതാണ്. എപ്പോഴാണ് തുടങ്ങിയത്? അദ്ദേഹം അങ്ങാടിപ്പുറത്ത്, മലപ്പുറത്ത് അങ്ങാടിപ്പുറത്ത് ഒരു കുടുംബത്തിലേക്ക് ഒരു കല്യാണത്തിന് പോകുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു കിടക്കുന്നു. ടിപ്പു തകർത്ത ക്ഷേത്രമാണ്. ആ ക്ഷേത്രം കണ്ട് സങ്കടപ്പെട്ട് അദ്ദേഹം തിരിച്ചുപോയി കോഴിക്കോടുള്ള അദ്ദേഹത്തിൻ്റെ ചില സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചു. ഈ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധരിക്കണം. ഇത് ആക്രമണത്തിൻ്റെ, തകർക്കലിൻ്റെ, നശിപ്പിക്കലിൻ്റെ, അധപ്പതനത്തിൻ്റെ അടയാളങ്ങളായി ക്ഷേത്രങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. വലിയ ക്ഷേത്രങ്ങൾ അടക്കം തകർന്നു കിടക്കുന്നത് കണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹം എടുത്ത പ്രതിജ്ഞയാണ് ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധരിക്കണം എന്നുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ഷേത്രവും ഈ നിലയിലായത്. അല്ലാതെ നേരം വെളുത്തപ്പോൾ ഒരാൾക്ക് തോന്നിയിട്ട് കാശുമായിട്ട് വന്ന് ക്ഷേത്രം ഉണ്ടാക്കിയതല്ലല്ലോ, ഈ ക്ഷേത്രം പുനരുദ്ധരിച്ചതല്ലല്ലോ. ഈ ഒരു സാമൂഹിക ബോധത്തിൽ നിന്നാണ് ക്ഷേത്രങ്ങൾ ഉണ്ടായതും ഉണർന്നതും വളർന്നതും എന്നൊക്കെ അർത്ഥം. ആ നിലയിൽ ഹിന്ദു സമൂഹത്തിനെ ഉയർത്താൻ ക്ഷേത്രം ഉപകരണമാക്കണം. ആധുനിക നവോത്ഥാന നായകന്മാരൊക്കെ ക്ഷേത്രത്തെ ഉപകരണമാക്കി ഞാൻ പറഞ്ഞു. പണ്ട് കാലത്ത് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. 100 കൊല്ലം മുൻപ് ക്ഷേത്രം പ്രതിഷ്ഠിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അത് ആരംഭിച്ചത് അങ്ങ് തെക്കേ അറ്റത്തുനിന്നാണ്. തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റത്ത് നാഗർകോവിലിൽ ഒരു മനുഷ്യൻ, ഒരു പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പിന്നോക്ക ജാതിയിൽ ജനിച്ച ഒരു മനുഷ്യനാണ് അയ്യാവൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹമാണ് ആദ്യമായി ആധുനിക കേരളത്തിൽ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്. ആ ക്ഷേത്രത്തിൻ്റെ പേര് അദ്ദേഹം, അത്തരം ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം പതികൾ എന്നാണ് പേരിട്ടത്. പതികൾ, അങ്ങനെ മുട്ടപ്പതി, അങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെ പേരിലാണ്. സ്വാമി തോപ്പുപതി, അതാണ് മുഖ്യക്ഷേത്രം, അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. ആ പതികൾ എന്ന ക്ഷേത്രത്തിൽ എല്ലാവർക്കും വരാം. ഇതുപോലെ ഒന്നിച്ച് വരാം, ഒന്നിച്ച് ആരാധന നടത്താം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് ഭജന നടത്താം, ഒക്കെ നടത്താം. അവിടെ നിന്നാണ് ആദ്യമായി ആധുനിക കാലത്ത് ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയത്. ആർക്കും പ്രതിഷ്ഠിക്കാൻ സ്വാതന്ത്ര്യമില്ല, അതൊരാചാരമായിരുന്നു. എല്ലാവരും പ്രതിഷ്ഠിക്കരുത് എന്നുള്ളൂ. ആ ആചാരത്തെ ലംഘിച്ചു എന്ന് വേണേൽ പറയാം. പക്ഷെ പുതിയ ആചാരം സൃഷ്ടിക്കുകയും ചെയ്തേ. ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള പുതിയ ആചാരം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. പഴയത് ലംഘിക്കുക മാത്രമല്ല ചെയ്തത് എന്നർത്ഥം. ഇവിടെ കായംകുളത്തിനപ്പുറത്ത് ആറാട്ടുപുഴ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ഈഴവ പ്രമാണിയായിരുന്നു, വലിയ കോടീശ്വരനായിരുന്നു. അദ്ദേഹത്തിന് പൂജാവിധികളൊന്നും അറിയാത്തത് കൊണ്ട് പ്രമാണിമാരായ പൂജാരിമാരെ സ്വന്തം തറവാട്ടിൽ കൊണ്ടുവന്ന് ശിവക്ഷേത്രം സ്ഥാപിപ്പിച്ചു. ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ക്ഷേത്രം സ്ഥാപിച്ചു. അദ്ദേഹം 2 ക്ഷേത്രം സ്ഥാപിച്ചു. തണ്ണീർമുക്കത്തും ക്ഷേത്രം സ്ഥാപിച്ചു. ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ ഈഴവനെന്ത് അധികാരമുണ്ട് എന്ന് ഇത് ഗുരുദേവ ക്ഷേത്രത്തിന് പ്രതിഷ്ഠയ്ക്ക് മുമ്പാണ്, അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുമ്പാണ് ഈ 2 കാര്യവും ഞാൻ പറഞ്ഞത്. അതിനു മുൻപ് നിങ്ങളാരും കേട്ടിട്ടില്ലാത്ത ഒന്ന്, പുലയ സമുദായത്തിൽ ജനിച്ച ആളിന് അമ്പലത്തിൽ പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ പറ്റില്ലല്ലോ. പത്തനംതിട്ടയിൽ മയിലാടുംപാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ തപസ്വി ഓമൽ എന്ന് പറയുന്ന പുലയജാതിയിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരൻ ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹവും 2 ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്ഷേത്രത്തിനെ ജാതി പരിഗണനകൾക്കോ ജാതി നിബന്ധനകൾക്കോ അതീതമായി ക്ഷേത്രത്തിനെ സമൂഹത്തിൻ്റെ പുരോഗതിക്കായി വിനിയോഗിച്ചു. സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഉപകരണമാക്കി ക്ഷേത്രത്തിനെ ഉപയോഗിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. തപസി ഓമൽ, അത് 1870-75 ഇടയ്ക്കാണ് അദ്ദേഹം 2 ക്ഷേത്രം സ്ഥാപിച്ചത്. 2ഉം പത്തനംതിട്ട ജില്ലയിലാണ്. അതിനും ശേഷമാണ് ഗുരുദേവൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ 1888. അപ്പോൾ ഞാൻ പറഞ്ഞത്, അയ്യാവൈകുണ്ഠസ്വാമികൾ മുതൽ ഇങ്ങോട്ടുള്ള നവോത്ഥാന നായകന്മാരൊക്കെ ക്ഷേത്രത്തിനെ ഹിന്ദു സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിനുള്ള ഉപകരണമാക്കി ഉപയോഗിച്ചു എന്നർത്ഥം. അതുപോലെ തന്നെ ക്ഷേത്രം പ്രതിഷ്ഠിച്ചില്ലെങ്കിലും ക്ഷേത്രത്തിന് ഉപകരണമാക്കിയ ആളാണ് ശുഭാനന്ദ ഗുരുദേവൻ. മാവേലിക്കരയിൽ ചെറുകോൽ ശുഭാനന്ദ ആശ്രമം നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ട്. ആ ശുഭാനന്ദ ഗുരുദേവൻ എന്ത് ചെയ്തു? മതം മാറിപ്പോയ ഹിന്ദു എന്ന് വെച്ചാൽ അന്നത്തെ നിലയിൽ പുലയ സമുദായത്തിൽ ജനിച്ച് മതം മാറിപ്പോയ ആൾക്കാരെ തിരിച്ച് വീണ്ടും ഹിന്ദുക്കളാക്കി മാറ്റിയിട്ട് അവരെ കൊണ്ട് അമ്പലത്തിൽ, മാവേലിക്കരയിലുള്ള അമ്പലങ്ങളിൽ കയറ്റി തൊഴുവിച്ച് അദ്ദേഹം ഹിന്ദു നവോത്ഥാനം നടത്തി. ആര്? ശുഭാനന്ദ ഗുരുദേവൻ. അദ്ദേഹം പറയ സമുദായത്തിൽ ജനിച്ചയാളാണ്. പക്ഷേ അദ്ദേഹം സന്യാസിയായി മാറി ആശ്രമം സ്ഥാപിച്ചു, മഠം സ്ഥാപിച്ചു. ക്ഷേത്രത്തിനെ ആത്മീയതയെ ഉപയോഗിക്കുന്നു എന്നർത്ഥം. അതുപോലെയാണ് കൊച്ചിയിൽ ഒരു KP വള്ളോൻ പുലയ സമുദായത്തിൽ ജനിച്ചയാളാണ്. അദ്ദേഹം കൊച്ചി രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ക്ഷേത്രം വേണം, ഞങ്ങളുടെ ആൾക്കാർക്ക് അമ്പലത്തിൽ പോകണം.
പ്രാർത്ഥന നടത്തണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷേത്രം വേണം, ക്ഷേത്രം സ്ഥാപിക്കാൻ മരം വേണം, മരം കൊച്ചി രാജാവിൻ്റെ അധീനതയിലുള്ള കാട്ടിൽ നിന്ന് വെട്ടാൻ അനുമതി വേണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇപ്പോഴും കൊച്ചിയിൽ വലിയ ക്ഷേത്രമുണ്ട്. പൊന്നുരുന്നി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ക്ഷേത്രമുണ്ട്. പുലിയ സമുദായത്തിലെ പ്രമാണിയായിട്ടുള്ള ഒരാൾ, ജനപ്രതിനിധിയായ KP വള്ളോൻ MLC ആവശ്യപ്പെട്ട് സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ. ഞാൻ പറഞ്ഞത് നവോത്ഥാന നായകരെല്ലാം ക്ഷേത്രങ്ങളെ ഉപകരണമാക്കി. ഗുരുദേവ പ്രതിഷ്ഠകൾ വിശദീകരിക്കേണ്ടതല്ല, നിങ്ങളെപ്പോഴും ധാരാളം കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഗുരുദേവ പ്രതിഷ്ഠകളിൽ ചില സവിശേഷതയുണ്ടായിരുന്നു. ആദ്യം അദ്ദേഹം വിഗ്രഹപ്രതിഷ്ഠയാണ് നടത്തിയത്, പിന്നീട് അടക്ക് വിളക്ക് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, പിന്നീട് പ്രഭ ഈ ശ്രീകോവിലിൽ ഉണ്ട്, ഇവിടെ ഉണ്ട് അമ്പലത്തിൽ. ആ ശ്രീകോവിൽ വിഗ്രഹത്തിൻ്റെ പിറകിൽ വട്ടത്തിലൊരു സാധനം ഇരിക്കുന്നുണ്ട്, ഒരു ദീപം കത്തിച്ചാൽ ഒത്തിരി ദീപം, അങ്ങനെ ഒരു പ്രഭ ആയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ശാരദാ പ്രതിഷ്ഠ, വിദ്യാദേവത എന്നുള്ള നിലയ്ക്ക് ശാരദാ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുണ്ട്. ഗുരുദേവൻ്റെ അവസാനത്തെ ക്ഷേത്ര പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഓങ്കാര പ്രതിഷ്ഠയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ശിവൻ്റെ വിഗ്രഹപ്രതിഷ്ഠയിൽ തുടങ്ങി ഓങ്കാരത്തിൽ അവസാനിക്കുന്ന പ്രതിഷ്ഠയാണ് ഗുരുദേവ പ്രതിഷ്ഠ. ഗുരുദേവ പ്രതിഷ്ഠകളിലെ വൈവിധ്യമാണ് ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങളിലെ സംഭാവന. കണ്ണാടി പ്രതിഷ്ഠ ഒരു പ്രധാന പ്രതിഷ്ഠയല്ല എന്ന് ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിക്കേണ്ട. കാരണം കണ്ണാടി പ്രതിഷ്ഠിക്കാൻ വേണ്ടിയല്ല കളവങ്കോടത്ത് ശ്രീനാരായണ ഗുരുദേവൻ പോയത്, ശക്തീശ്വര പ്രതിഷ്ഠ നടത്താൻ വേണ്ടി പോയതാണ്. എന്ന് വെച്ചാൽ അർദ്ധനാരീശ്വര പ്രതിഷ്ഠ നടത്താൻ വേണ്ടിയാണ് കളവങ്കോടത്ത് ചേർത്തലയിൽ ശ്രീനാരായണ ഗുരു പോയത്. അവിടെ ചെന്നപ്പം രണ്ടു കൂട്ടർ തമ്മിൽ വഴക്കുണ്ടാക്കി. യുക്തിവാദികൾ ഇപ്പോഴും ഉണ്ടല്ലോ, ക്ഷേത്രത്തിനെ തെറി വിളിക്കുന്ന ആൾക്കാർ, ഈ സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില വിവരദോഷികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവരുടെ മുൻഗാമികളാണ് പറഞ്ഞ് ഇത് കല്ലാണ്, പ്രതിഷ്ഠിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഒരു സംഘർഷത്തിൻ്റെ വക്കത്തെത്തിയപ്പോൾ ഗുരുദേവൻ പ്രതിഷ്ഠിക്കാൻ വന്നിരിക്കുകയാണല്ലോ അർദ്ധനാരീശ്വരന്. അപ്പോൾ സംഘർഷമല്ലല്ലോ ഗുരുവിൻ്റെ ആധ്യാത്മികത, ആചാര്യൻ്റെ മാർഗം എന്ന് പറയുന്നത് സംഘർഷമല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊച്ചി പോയി ഒരു കണ്ണാടി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അതിൽ ഓം ശാന്തി എന്ന് അതിൽ എഴുതുമെന്ന് വെച്ചാൽ അക്ഷരം വരുന്നത് പോലെ അതിൻ്റെ രസം ചുരണ്ടിക്കളഞ്ഞു. തിരക്കിട്ട് ചെയ്തപ്പോൾ അതിൽ ഓമിൻ്റെ ദീർഘവും പോയി, ഓം ശാന്തി എന്നേ ഉള്ളൂ. ഗുരുദേവൻ പറഞ്ഞു അതിനും അർത്ഥമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് ശിഷ്യനായ ബോധാനന്ദ സ്വാമികളെ കൊണ്ട് അർദ്ധനാരീശ്വര പ്രതിഷ്ഠയും നടത്തി. അവിടെ പൂജ നടക്കുന്നതും ഒക്കെ അർദ്ധനാരീശ്വരൻ തന്നെ, ശിവപൂജ തന്നെ നടക്കുന്നത്. പറഞ്ഞത് എല്ലാ നവോത്ഥാന നായകരും ഇതുപോലെ ക്ഷേത്രത്തിന് ഒരു വലിയ അങ്ങ് വടക്കേ അറ്റം വരെ, ഞാൻ തെക്കേ നമ്മുടെ തിരുവിതാംകൂറിലെ മാത്രമല്ല, തെക്കേ അറ്റത്ത് ശുഭാനന്ദ ഗുരുദേവൻ മുതൽ വടക്കേ അറ്റത്തെ TS തിരുമുമ്പ് എന്ന് പറയുന്നൊരു വിപ്ലവകാരി ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് അതൊക്കെ അവസാനിപ്പിച്ച് ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുകയും ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിക്കുകയും പുതിയ ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിക്കുകയും ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പോലെ സപ്താഹ ആചാര്യനായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാഗവതം വ്യാഖ്യാനമുണ്ട്, തിരുമുമ്പിൻ്റെ ഭാഗവതം വ്യാഖ്യാനമുണ്ട്. ആ തിരുമുമ്പ് വരെ അയ്യാ വൈകുണ്ഠസ്വാമികൾ മുതൽ TS തിരുമുമ്പ് വരെ, T സുബ്രഹ്മണ്യൻ തിരുമുമ്പ് വരെയുള്ള ആധുനിക കേരളത്തെ സൃഷ്ടിച്ച നവോത്ഥാന നായകന്മാരൊക്കെ ക്ഷേത്രത്തിനെയാണ് ഉപകരണമാക്കിയത് നമ്മുടെ സാമൂഹിക പുരോഗതിക്ക് എന്നർത്ഥം. ദേശീയ തലത്തിലും അത് നടന്നിട്ടുണ്ട്. ഈ ഡോക്ടർ അംബേദ്കർ അവിടെ കാലാറാം ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം അവിടെ സമരം നടത്തിയിട്ടുണ്ട് 1930-ൽ. എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം ഉണ്ടാകാൻ വേണ്ടി. ഇവിടെ ഏതൊരു അംബേദ്കറെ കുറിച്ച് പ്രസംഗിക്കുന്നവരത് പറയാറുണ്ടോ? ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം നടത്തിയ ആളാണ്, നേടിയെടുത്ത ആളാണ് ഡോക്ടർ അംബേദ്കർ എന്ന്. അദ്ദേഹത്തിൻ്റെ വേറെ ഒത്തിരി രാഷ്ട്രീയം പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. സവർക്കർ അദ്ദേഹത്തിനെ കുറിച്ച് ഒത്തിരി കൊള്ളരുതായ്മ പറഞ്ഞ് നടക്കുന്നുണ്ട്. അദ്ദേഹം പതിത പാവന ക്ഷേത്രം, എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശിക്കാൻ ക്ഷേത്രം, നിലവിലുള്ള ഒരു ക്ഷേത്രത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വേണ്ട വേറെ ക്ഷേത്രം സ്ഥാപിക്കാം. എന്നിട്ട് പിന്നോക്ക ജാതി എന്ന് പറയപ്പെടുന്ന, ആ വാക്ക് ശ്രദ്ധിക്കണം, പിന്നോക്ക ജാതി എന്ന് പറയപ്പെടുന്ന, ഇനിമേൽ നിങ്ങളൊക്കെ അങ്ങനെ പറയാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയും പ്രാർത്ഥനയും അഭിപ്രായം. മുന്നോക്ക ജാതി എന്ന് പറയപ്പെടുന്ന, സവർണജാതി എന്ന് പറയപ്പെട്ടിരുന്ന, അവർണജാതി എന്ന് പറയപ്പെട്ടിരുന്ന, എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞത്? അങ്ങനെ ഒന്നില്ല. മുന്നോക്ക ജാതിയും പിന്നോക്ക ജാതിയും ഇല്ല, സവർണജാതിയും അവർണജാതിയും ഇല്ല. അത് ഇല്ലാത്ത ഒന്നിനെ സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ പണ്ട് ഒരു NSS യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നായർ നമ്പൂതിരിയെ കഴിഞ്ഞും താഴെ അല്ലെന്നും പുലയനെ കഴിഞ്ഞും മേലെ അല്ലെന്നും ഉള്ള ഓർമ്മ വേണം, ധാരണ വേണം. എന്ന് വെച്ചാൽ എന്താ? എല്ലാവരും സമമാണെന്നാണ് അർത്ഥം.
ആ സമത്വമാണ് യഥാർത്ഥ ഹിന്ദുത്വം, യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ആ സമത്വം ഇല്ലാത്ത, യഥാർത്ഥ ഹിന്ദുത്വം ഇല്ലാതിരുന്ന ക്ഷേത്രത്തിൽ അതുണ്ടാക്കാൻ പിന്നോക്കം എന്ന് പറയപ്പെട്ടിരുന്ന ഒരാളിനെ കൊണ്ട് ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. അതാണ് പതിതപാവന ക്ഷേത്രം മഹാരാഷ്ട്രയിലുള്ളത്. അദ്ദേഹത്തെ സ്ഥാപിച്ചത്. അവിടെ പൂജാരിയായിട്ടും അങ്ങനെ ഒരാളെ സ്ഥാപിച്ചു. വേണ്ട, രാമകൃഷ്ണദേവനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ശ്രീരാമകൃഷ്ണദേവൻ. അദ്ദേഹം എവിടുന്നാണ് ശ്രീരാമകൃഷ്ണദേവനായി മാറിയത്? കാളീക്ഷേത്രത്തിലാണെന്ന് നമുക്കറിയാം. ആ കാളീക്ഷേത്രം ആര് സ്ഥാപിച്ചതാ? രാസമണി ദേവി എന്ന് പറയുന്ന ഒരു പിന്നോക്കക്കാരി സ്ഥാപിച്ച ക്ഷേത്രമാണത്. അങ്ങനെ പിന്നോക്കക്കാരി സ്ഥാപിച്ച ക്ഷേത്രത്തിൽ പൂജ നടത്താൻ കുറേ പേര് തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോഴാണ് രാമകൃഷ്ണദേവൻ്റെ ജ്യേഷ്ഠൻ ഗദാധരൻ എന്ന പഴയ പേര്, ഗദാധരൻ്റെ ജ്യേഷ്ഠൻ ആദ്യം അവിടെ പൂജാരിയായി. പിന്നീട് അദ്ദേഹത്തിന് വയ്യാണ്ടായപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഗദാധരൻ അവിടെ പൂജാരിയായി. ആ ക്ഷേത്രത്തിൽ നിന്നാണ് ഗദാധരൻ ശ്രീരാമകൃഷ്ണ പരമഹംസരായി മാറിയത്. അപ്പോൾ ക്ഷേത്രം അങ്ങനെ ദേശീയ തലത്തിലും എല്ലാ മഹാപുരുഷന്മാരും ഉപയോഗിച്ചിട്ടുണ്ട് ഹിന്ദു സമൂഹത്തിനെ ഉണർത്താൻ, ഉയർത്താൻ, വളർത്താൻ, സംഘടിപ്പിക്കാൻ. അതിനാണ് ക്ഷേത്രം, അതിനുകൂടിയാണ് ക്ഷേത്രം എന്നർത്ഥം. ഈ ആധുനിക കേരളത്തിൽ ഈ ക്ഷേത്രങ്ങളെയൊക്കെ ഇങ്ങനെ കെട്ടിപ്പടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണല്ലോ, ചിലരൊക്കെ കേട്ടിട്ടുണ്ട്, പി മാധവൻ എന്ന മാധവജി എന്നൊരാളുണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ പ്രചാരകനാണ് പി മാധവജി. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് കേരള ഹൈക്കോടതിയുടെ ഹാൻഡ് ബുക്ക്. ഇത് ക്ഷേത്ര സംബന്ധമായ കേസുകൾ വന്നാൽ റഫറൻസിന് ഉപയോഗിക്കുന്ന ഗ്രന്ഥം ഈ RSSകാരൻ എഴുതിയ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന പുസ്തകമാണ് ഹൈക്കോടതിയുടെ റഫറൻസ് ഗ്രന്ഥം. ഞാൻ പറഞ്ഞ ആ മാധവജി ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാക്കിയതും അദ്ദേഹമാണ്, കേളപ്പജിയുടെ കൂടെ നിന്ന്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു ഗുരുനാഥനു വേണ്ട എല്ലാ ഗുണങ്ങളും ക്ഷേത്ര സംരക്ഷണ പ്രവർത്തകന് വേണം. ഇവിടെ ഇരിക്കുന്ന നടത്തിപ്പുകാർക്കൊക്കെ വേണ്ട ഗുണത്തെക്കുറിച്ചാണ് മാധവജി പറഞ്ഞ്. ക്ഷേത്രം നടത്തുന്ന ഭാരവാഹികൾ ഇവിടെ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് വേണ്ട ഒരു ഗുണം, ഒരു ഗുരുനാഥന് വേണ്ട എല്ലാ ഗുണങ്ങളും. ഗുരുനാഥൻ എങ്ങനെയാ? അധ്യാപകനല്ല ഗുരുനാഥൻ. ഗുരുനാഥൻ എന്ന് പറഞ്ഞെന്നാൽ 2-3 കാര്യങ്ങൾ അയാൾ ചെയ്യണം, അപ്പോഴേ ഗുരുനാഥനാവും. ഒന്ന്, ഒരാളിലെ ഗുണം കണ്ടെത്തുന്ന ആളായിരിക്കണം ഗുരുനാഥൻ. ഒരു വിദ്യാർത്ഥിയുടെ, ഒരു കുട്ടിയുടെ ഉള്ളിലെ കഴിവെന്താണ്, ഗുണമെന്താണ് എന്ന് കണ്ടെത്തുന്ന ആളിനെയാണ് ഗുരുനാഥൻ എന്ന് പറയുക. 2, ആ വളർന്നു വരുന്ന കുഞ്ഞിനെ ശരിയായ ദിശയിലേക്ക് പോകാൻ വഴി കാണിച്ചു കൊടുക്കേണ്ട ആള്. പ്രകാശം ഈ വഴിയെ പോകണം എന്ന് പറഞ്ഞ് വഴി കാണിച്ചു കൊടുക്കേണ്ട ആള്. അതിനാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത്. അല്ലാത്തതൊന്നും ഗുരുക്കന്മാരല്ല. അല്ലാത്ത മുമ്പേ പറഞ്ഞ പ്രൊഫസർ പറഞ്ഞത് ഞാൻ ഗുരുവല്ല. യൂണിവേഴ്സിറ്റി പോയി മുമ്പിലിരിക്കുന്ന യുവതി യുവാക്കളോട് പറഞ്ഞു, നിങ്ങളാരും എൻ്റെ ശിഷ്യന്മാരല്ല, നിങ്ങളുടെ ഗുരുവുമല്ല ഞാൻ. അങ്ങനെ കാണാനും പാടില്ല. അതുകൊണ്ട് എല്ലാ ഗുരു ശിഷ്യ ബന്ധങ്ങളും തകർത്തെറിയണം എന്ന് അദ്ദേഹം യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്, പുതിയ പ്രൊഫസർമാർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഗുരുവല്ല, അതൊരു കച്ചവടമാണ്, ഒരു കൊടുക്കൽ വാങ്ങൽ ഏർപ്പാടാണ്. വേറെ ഒത്തിരി കൊള്ളരുതായ്മയുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ, നമ്മുടെ ചർച്ചാ വിഷയമല്ല. ഞാൻ പറഞ്ഞത് ഗുരു ആയിരിക്കും, ഗുരുനാഥന് വേണ്ട എല്ലാ ഗുണങ്ങളും ക്ഷേത്ര സംരക്ഷണ പ്രവർത്തകന് വേണം. എന്ന് വെച്ചാൽ ആരൊക്കെയാണ് ക്ഷേത്ര സംരക്ഷണം നടത്തുന്നത്? പൂജാരി, കഴക്കാരൻ, അടിച്ചു തളിക്കാരിയാണെങ്കിലും കാരനാണെങ്കിലും അവർ, അമ്പല കമ്മിറ്റിക്കാർ, ഇവരൊക്കെയാണല്ലോ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിത്യേന ക്ഷേത്രം നടത്തുന്നവർ. ഈ കമ്മിറ്റിക്കാർ അടക്കമുള്ളവർക്ക് ഈ ഒരു ഉയർന്ന മാനസിക നിലവാരം വേണം എന്നർത്ഥം. ഉണ്ടോ ഇല്ലയോ എന്ന ആത്മപരിശോധനയും നടത്തണം കമ്മിറ്റിക്കാർ ഇവിടെ ഇരിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ. അത് വേണം. ഇല്ലെങ്കിൽ അവിടെ പൂജാരി അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി അല്ല വരുന്നെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വരുന്ന ഭക്തരെ ആട്ടിയകറ്റും, അവരെ ചീത്ത വിളിക്കും. അമ്പലത്തിന് അവിടെ ഉത്സവ സമയത്ത് ശ്രീകോവിലിൻ്റെ മുമ്പിൽ ചിലപ്പോൾ നടത്തിപ്പുകാർ നിൽക്കുന്നുണ്ടാവും. അവിടെ ഭക്തജനങ്ങൾ വന്ന് തൊഴുമ്പോൾ അവരെ ചീത്ത വിളിച്ച് ഓടിച്ചു എന്നിരിക്കും. ഗുരുവായൂർ പോകുമ്പോൾ കാണാം, ഓടെ മാറ് എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്നത് കാണാം. അവരെന്ത് ക്ഷേത്ര സംരക്ഷണമാണ് നടത്തുന്നത്? അവർ ജോലിക്കാരാണ്, ദേവസ്വം ബോർഡിൻ്റെ കൂലിക്കാരാണ്. അത്തരം കൂലിക്കാരല്ല ക്ഷേത്ര സംരക്ഷണം നടത്തേണ്ടത്. ഒരു ഗുരുനാഥനെ പോലെ വരുന്നവരെ മുഴുവൻ, അവരുടെ പ്രായമേതാണെങ്കിലും അവരെ ശരിയായ ദിശയിലേക്ക്, ആത്മീയതയിലേക്ക്, സാമൂഹിക ബോധത്തിലേക്ക്, സംസ്കാരത്തിലേക്ക് നയിക്കാൻ കഴിയുന്നവരായിരിക്കണം ക്ഷേത്ര സംരക്ഷണം നടത്തുന്നവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ സപ്താഹം നടക്കുന്നു, സത്രം നടക്കുന്നു, ഭാഗവത സത്രം, നവാഹം നടക്കുന്നു, പല രാമായണ സത്രം, മഹാഭാരത സത്രം, ഭഗവത്ഗീത ജ്ഞാന യജ്ഞം, ഇങ്ങനെയെല്ലാം ക്ഷേത്രം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്.
ഇതുകൊണ്ടൊക്കെ അതിൽ വരുന്നതൊക്കെ പലതരത്തിൽപ്പെട്ടവരാണ്. ഉദ്യോഗം, വലിയ ശമ്പളം വാങ്ങുന്നവർ, വലിയ പ്യൂണിൽ അല്ലെങ്കിൽ തീരെ പ്യൂണായിട്ട് അറ്റൻഡറായിട്ടോ ഒക്കെ ജോലി എടുക്കുന്നവരുണ്ട്. പലതരക്കാരുണ്ട്. പ്രൊഫസർമാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, കള്ളുചത്തുകാരുണ്ട്, കച്ചവടക്കാരുണ്ട്, പെയിൻ്റ് അടിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അടുക്കളയിൽ പണിയെടുക്കുന്നവരുണ്ട്, അരങ്ങത്ത് അരങ്ങ് വാഴുന്നവരുണ്ട്, പൂജാരിയുണ്ട്, ഒന്നും അല്ലാത്തവരുമുണ്ട്. എല്ലാ തരത്തിൽപ്പെട്ടവരും ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇത്രയും പേരും അങ്ങനെ പലതരത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ ഉള്ളിൽ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ പറയുന്ന ഭേദമില്ലായ്മ സംഭവിക്കുന്നുണ്ടോ? ഞാൻ ഉയർന്ന ശമ്പളക്കാരനാണ്, ഞാൻ ഉയർന്ന ജാതിക്കാരനാണ്, ഞാൻ ഹീനജാതിക്കാരനാണ്, ഞാൻ കൊള്ളരുതാത്ത ആളാണ്, എന്നെക്കൊണ്ട് കഴിവില്ലാത്ത ആളാണ്, ഇങ്ങനെ അപകർഷബോധമോ ദുരഭിമാനമോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വന്നിട്ടൊരു പ്രയോജനവുമില്ല. സത്രം 10 നടത്തിയാലും 100 നടത്തിയാലും ഇനി സാക്ഷാൽ ശുഖബ്രഹ്മ മഹർഷി ഇവിടെ വന്ന് ഭാഗവത സപ്താഹം നടത്തിയാലും അതുകൊണ്ടൊരു മനുഷ്യനും ഗുണമുണ്ടാവില്ല. കേൾക്കുന്ന ഓരോ ആളിൻ്റെ ഉള്ളിലും ഈ ഭേദമില്ലായ്മ സൃഷ്ടിക്കപ്പെടുന്നില്ലെങ്കിൽ, ഉച്ചനീചത്വ ഭേദമില്ലായ്മ സൃഷ്ടിക്കപ്പെടുന്നില്ലെങ്കിൽ, ദുരഭിമാനവും അഹങ്കാരവും മാറ്റപ്പെടുന്നില്ലെങ്കിൽ, ആത്മീയതയും ലാളിത്യവും ഭക്തിയും വിനയവും ഉണ്ടാകുന്നില്ലെങ്കിൽ സത്രം നടത്തിയിട്ടോ സപ്താഹം കേട്ടിട്ടോ കാര്യമില്ല എന്നർത്ഥം. അതിനൊക്കെ ആയിരിക്കണം ക്ഷേത്രത്തിൽ വരുന്നതും ഈ കാര്യങ്ങൾ ചെയ്യുന്നതും. ക്ഷേത്രത്തിൽ വന്നിത് കേൾക്കുന്ന ആൾ ഉദ്യോഗസ്ഥനാണെങ്കിൽ നല്ല ഉദ്യോഗസ്ഥനായി മാറണം. കൂലിപ്പണിക്കാരനാണെങ്കിൽ പണി തന്ന ആളിനെ പറ്റിക്കാത്ത, മേടിച്ച കൂലിക്ക് പറ്റുന്ന പണിയെടുക്കുന്നയാളായിരിക്കണം. വീട്ടുകാരൻ വരുമ്പോൾ പണിക്ക് വേഗത കൂട്ടുകയും വീട്ടുകാരൻ പോയാൽ തൂമ്പായോ ഉളിയോ അല്ലെങ്കിൽ മറ്റ് ഉപകരണങ്ങളോ മാറ്റി വെച്ചിട്ട് അയാളെ പറ്റിക്കുകയും ചെയ്യുന്ന ആൾ സപ്താഹത്തിന് വന്നിരുന്നിട്ടുണ്ട കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കച്ചവടം നടത്തുന്ന ആൾ, തൂക്കത്തിൽ വെട്ടിപ്പ് നടത്തുന്ന ആളാണെങ്കിൽ അയാൾ അമ്പലത്തിൽ വഴിപാട് കഴിച്ചിട്ടുണ്ട കാര്യം? ഉദ്യോഗത്തിന് പോകുന്നവൻ കൈക്കൂലി വാങ്ങുന്നവനാവണം, അവൻ ഇവിടെ വന്ന് തേങ്ങ അടിച്ചിട്ടുണ്ട കാര്യം? അപ്പം അതുകൊണ്ട് ക്ഷേത്രത്തിൽ വരുന്നു എന്ന് പറഞ്ഞെന്നാൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന മാനസികമായ പരിവർത്തനം, മാനുഷികമായ വളർച്ച, നന്മയിലേക്കുള്ള വളർച്ച സൃഷ്ടിക്കുന്നതിനായിരിക്കണം ക്ഷേത്രവും ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള ഇത്തരം കാര്യങ്ങളും. ഇതൊക്കെ നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇതൊക്കെ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ് എന്ന് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? സാംസ്കാരിക കേന്ദ്രം, കേരള ക്ഷേത്രം സാംസ്കാരിക കേന്ദ്രമായി മാറണം എന്ന് ഞാൻ പറഞ്ഞു. സംസ്കാരം എന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ല മനുഷ്യനാവുന്നതാണ്. കൂടുതൽ നല്ല മനുഷ്യനാവാൻ ആണ് സംസ്കാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പരിഷ്കാരമുള്ള, നല്ല കോട്ടും സ്യൂട്ടും ഇട്ട്. അങ്ങനെ ആയിരുന്നു നമ്മുടെ കുറേ കാലം സായിപ്പന്മാരൊക്കെ വന്ന് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ധാരണ കോട്ടും സ്യൂട്ടും വിട്ട് ഓവർകോട്ട് വിട്ടാൽ കേമനായി എന്നാണ്. അങ്ങനെ ഇപ്പോഴും ഉണ്ട്. ട്രെയിനിലൊക്കെ കൊള്ളയടിക്കാൻ വരുന്നവർ ഈ തീവണ്ടിയിൽ ഈ AC കോച്ചിൽ മോഷണം നടത്തുന്ന ആൾക്കാരുണ്ട്. മൊബൈലും വില കൂടിയ പൈസ ഉള്ളവരാണല്ലോ AC കോച്ച് യാത്ര ചെയ്ത്. അപ്പോൾ അവരുടെ കയ്യിൽ വില കൂടിയ മൊബൈലുണ്ടാവും, ലാപ്ടോപ്പൊക്കെ ഉണ്ടാവും. ഇത് മോഷ്ടിക്കാൻ വരുന്നവർ കോട്ടും പാൻറ്റും ടൈയും ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. എന്തു വേഷം കെട്ടിയിട്ടെന്നാ കാര്യം? വേഷം കേമമായി കെട്ടിയാലും അകത്ത് മനുഷ്യത്വമില്ലെങ്കിൽ പിന്നെ ആ വേഷം കൊണ്ടെന്ത് കാര്യം? അതുകൊണ്ട് ഈ പറയുന്ന നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ സ്നേഹം, സാഹോദര്യം, കാരുണ്യം, സേവനം, ത്യാഗം, സഹിഷ്ണുത, സഹനം, ഇതൊക്കെയാണ് മനുഷ്യത്വത്തിൻ്റെ അടയാളം. ഈ ഗുണം നമ്മുടെ മക്കളിൽ വളരുന്നുണ്ടോ? അവർ മനുഷ്യരാവുന്നുണ്ടോ എന്നെൻ്റെ ചോദ്യം. അവർ മനുഷ്യരാവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്നേഹസമ്പന്നരായി മാറുന്നുണ്ടോ? കൂടെ പഠിക്കുന്നവരോടൊക്കെ അവരുടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ കൂടെ പഠിക്കുന്നവരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറാൻ, കൂട്ടുകാരെ സൗഹൃദത്തിൽ പെരുമാറാൻ കഴിയുന്നുണ്ടോ? ഇന്നലെ മിനിയാന്നോ മറ്റോ അല്ലേ ഇടുക്കിയിലോ മറ്റോ അവർ പോയതാണ്. എന്തിനോ പരീക്ഷയ്ക്കോ എന്തിനോ പോയി കൂടെ പഠിച്ചവർ തന്നെ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൂട്ടമായി ബലാത്സംഗം ചെയ്തു. അവൾ മരിച്ചോ ഇല്ലയോ എന്നറിയത്തില്ല, ആശുപത്രിയില്ല. കൂടെ പഠിക്കുന്നവരാണ് കൊണ്ടുപോകുന്നത്. എങ്ങനെ വിശ്വസിക്കും? ഇവിടെ ഇരിക്കുന്ന ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ മുമ്പൊക്കെ നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടിയോ അല്ലാതെയൊക്കെ ദൂരെ ദിക്കിൽ ടെസ്റ്റിനോ പല കാര്യത്തിനും പോയിട്ടുണ്ടാവുമല്ലോ, PSC ടെസ്റ്റിനൊക്കെ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ദൂരെ എവിടെയെങ്കിലും പരീക്ഷയ്ക്ക് പോകുമ്പം പെമ്മക്കളെ അച്ഛന്മാർ കാവൽക്കാരായി കൂടെ അയക്കുകയല്ല. ആരാണ് അവരുടെ കാവൽക്കാർ? ദൂരെ പരീക്ഷയ്ക്ക് പോകുന്ന പെൺകുട്ടികളുടെ കാവൽക്കാർ അവരുടെ കൂടെ പഠിക്കുന്ന ആൺകുട്ടികൾ തന്നെയായിരുന്നു. അവരുടെ കൂടെ പഠിക്കുന്ന ആൺകുട്ടികൾ തന്നെയാണ് ദൂരെ പോകുമ്പോൾ ഇവരുടെ സംരക്ഷകർ, കാവൽക്കാർ. ഇന്നെങ്ങനെ? ആര് മാറ്റി?
കാരണമാണ് അങ്ങനെ അല്ലാണ്ടായി മാറിയത്? മുമ്പേ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമാണ്. നിങ്ങൾ ഈ സാഹോദര്യം, അച്ഛൻ, അമ്മ, കുടുംബം എന്നൊക്കെ ഉള്ളത് വരേണ്യവർഗത്തിൻ്റെ കൊള്ളരുതായ്മയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ സുഖവുമാണ് നോക്കേണ്ടത് എന്ന് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ കൂടെ പഠിക്കുന്നവളെ സഹോദരിയായിട്ട് കാണാൻ കഴിയില്ല. കൂടെ ജീവിച്ച ഭർത്താവിനെ വിഷം കൊടുത്ത് കൊന്ന ഭാര്യമാരുള്ള നാടായി കേരളം മാറിയത് എങ്ങനെയാണ്? കൂടെ പഠിക്കുന്ന കുട്ടിയെ വയനാട്ടിൽ 10 100 കുട്ടികൾ ചേർന്ന് ദിവസങ്ങളോളം ഇടിച്ചും ചവിട്ടിയും കുത്തിയും ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നെങ്കിൽ ആ കൂടെ പഠിച്ച കുട്ടികളുടെ, ചെറുപ്പക്കാരായ ആ ആൺകുട്ടികളുടെ മനസ്സിൽ എന്ത് മനുഷ്യത്വമാണ് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടിയത്? അവർക്ക് മതം കൊണ്ട് കിട്ടിയത്? അവർക്ക് അമ്പലം കൊണ്ട് കിട്ടിയത്? ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെ നിങ്ങൾ പഠിക്കാൻ അയക്കുന്നത് എന്തിനാണ്? അമ്പലത്തിൽ എങ്കിലും ഞാൻ അതാ മുമ്പേ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, സർവകലാശാലകൾ നമ്മുടെ മക്കളെ മൃഗങ്ങളും രാക്ഷസരുമാക്കി അധപ്പതിപ്പിക്കുമ്പോൾ ക്ഷേത്രം കൊണ്ട് അവരെ മനുഷ്യരാക്കി മാറ്റാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ക്ഷേത്രം കൊണ്ട് മനുഷ്യത്വം സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിൽ ക്ഷേത്രങ്ങളെ ഉപയോഗിക്കണം. ഈ ഗുണങ്ങൾ, സഹനം, നമ്മുടെ മക്കൾക്ക് സഹനം ഉണ്ടാവുന്നുണ്ടോ? നിസ്സാരമായ ഉദ്യോഗത്തിന് പോകുമ്പോൾ ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് തോറ്റു എന്ന് വരാം. അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ? പരീക്ഷയിൽ തോറ്റതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ? മത്സരത്തിൽ തോറ്റതിൻ്റെ പേരിൽ പൊട്ടി അലമുറയിട്ട് കരയേണ്ടതുണ്ടോ? ഭർത്താവ് ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഉടനെ വീട് വിട്ടു പോകേണ്ടതുണ്ടോ? ഭാര്യ ഒന്ന് പിണങ്ങിയാൽ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ ആയിപ്പോകുന്നത്. കല്യാണത്തിന് മുന്നേ തന്നെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് കല്യാണം കഴിക്കാൻ തയ്യാറായാൽ യൂണിവേഴ്സിറ്റിയിലും ഹോസ്റ്റലിലും ഉള്ള കൂട്ടുകാരികൾ പറഞ്ഞു കൊടുക്കുന്നെന്താ, നീ നിൻ്റെ വ്യക്തിത്വമൊന്നും പണയം വെച്ചിട്ട് ഒരു കല്യാണവും അങ്ങനെ പോകണ്ട, നിൻ്റെ സ്വാതന്ത്ര്യത്തെ പണയം വെച്ചിട്ടൊരു ആവശ്യമില്ല. ഭർത്താവിനോടും പറയും, നീ ഒരു പെൺകോന്തനാണോ അവൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ? 2 കൂട്ടരെയും ഇങ്ങനെ പ്രകോപിപ്പിക്കുകയാണ്. ഒരു നിസാര കാര്യം സഹിക്കാൻ അവർക്ക് പറ്റാതാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ്? ആരാ മാറ്റിയത്? അങ്ങനെ നിസാരമായ കാര്യങ്ങളെപ്പോലും സഹിക്കാൻ കഴിയാത്ത ആൾ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക? പരാജയം പാഠമാക്കാൻ, നഷ്ടം വന്നാൽ അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുക അല്ലേ? ഇപ്പോൾ ഒത്തിരി പേര് നഷ്ടം വന്നു ഉടനെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. നഷ്ടം വന്നാൽ എന്തിനാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്? എല്ലാ കാലവും നഷ്ടമല്ലല്ലോ, നാളെ നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ലേ? ഉണ്ടാക്കാൻ പറ്റണ്ടേ? അത്തരം കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചരിത്രത്തിലുണ്ടല്ലോ. ധ്രുവൻ്റെ കഥ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ധ്രുവന് നഷ്ടമുണ്ടായല്ലോ, തിരസ്കരണമുണ്ടായല്ലോ, അച്ഛനിൽ നിന്ന് അകറ്റലുണ്ടായല്ലോ. അങ്ങനെ അകറ്റിയപ്പോൾ അമ്മ പറഞ്ഞത്, മക്കളെ നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നല്ലല്ലോ ധ്രുവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തത്. ആ മകൻ പോയി തപസ് ചെയ്ത് ഇന്നും നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ രാവിലെ എഴുന്നേറ്റാൽ അതൊരു ക്ലോസാണ്, എഴുന്നേൽക്കുന്നവർക്ക് കാണാൻ കഴിയും. ധ്രുവനക്ഷത്രത്തിനെ ഇത്ര വെട്ടിത്തിളങ്ങുന്ന ഒരു ധ്രുവനക്ഷത്രത്തെ കാണാനും അതിനെ ഓർക്കാനും, ധ്രുവൻ എന്നൊരു ആളിനെ ഓർക്കാനും കാരണമെന്താ? സഹിക്കാൻ കഴിയാതെ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ധ്രുവനക്ഷത്രം നമ്മുടെ മുമ്പിലുണ്ടാകുമായിരുന്നു. നമ്മുടെ മക്കളൊക്കെ, നിങ്ങളുടെ മക്കളൊക്കെ ഓരോ നക്ഷത്രങ്ങളായി മാറേണ്ടതല്ലേ? വാസ്തവത്തിൽ മാറ്റേണ്ടതല്ലേ? മാറ്റാൻ എന്ത് ചെയ്യുന്നു എന്നെൻ്റെ ചോദ്യം. അതിന് ഈ ക്ഷേത്രത്തെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റണ്ടേ? ഈ സത്രം തുടങ്ങുന്നതിന് മുൻപ്, ഈ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു യുവതിയായ അമ്മ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ പറന്നിറക്കുന്നത് നിങ്ങൾ ചിലർ കണ്ടു. ആ കുഞ്ഞ് ഒരു 20 വയസ്സാകുമ്പോഴും ഈ ഭക്തിയോടുകൂടി ഇത് ചെയ്യാൻ ആ നിലയിലായിരിക്കുമോ വളരുന്നത്? 25 വയസ്സാകുമ്പോൾ, അവൾ വിവാഹിതയാകുമ്പോൾ, അവൾ വളർന്നു വരുമ്പോൾ, അവർ വീട്ടമ്മയായി മാറിയാൽ അപ്പോഴും ഈ സ്വഭാവവും സംസ്കാരവും നിലനിൽക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ ശൈശവത്തിൽ നിങ്ങൾ ശീലിപ്പിച്ചത് കൗമാരത്തിൽ തുടരണം. കൗമാരത്തിൽ തുടർന്നത് യൗവനത്തിൽ നിലനിർത്തണം. ആ യൗവനമാകുമ്പോഴേക്കും സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് അറിവും അഭിമാനവുമുള്ളവരായി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ അവർ ആ നിലയിൽ തുടരൂ. വളർത്തിക്കൊണ്ടുവന്നാൽ എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ചോദ്യം. ഒരു പരീക്ഷയിൽ തോറ്റ ആളാണ്. പണ്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയി, വൈമാനികനാവാൻ മോഹിച്ച് ഇൻ്റർവ്യൂവിന് പോയി പരാജയപ്പെട്ടിന് ചത്തുകളയാം എന്ന് വിചാരിച്ച് ഇനി ജീവിച്ചിരുന്നിട്ടുണ്ടാ കാര്യം എന്ന് വിചാരിച്ച് ചാകാൻ പോകുന്ന വഴിയിൽ ഒരാൾക്കൂട്ടം കണ്ടു. ഒരു കുറച്ച് പേര് കുത്തിയിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ഒരാൾ, ഇവിടെ മുമ്പേ ആചാര്യനിരുന്ന പോലെ ഒരാൾ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു. അതിൻ്റെ മൂലയ്ക്ക് പോയി ശകലം നേരെ ഇരുന്നു.
പ്രഭാഷണം ചർച്ചയെല്ലാം കഴിഞ്ഞ് ആൾക്കാരൊക്കെ പിരിഞ്ഞപ്പോൾ ഗുരുനാഥൻ ഈ പയ്യനെ അടുത്ത് വിളിച്ചു, മോനെ നീ എന്തിനാ ഇങ്ങനെ നിരാശപ്പെടുന്നത്, നീ വലിയ ആളാവേണ്ട ആളാണല്ലോ എന്ന് പറഞ്ഞു. ആഹാ എന്ന് പറഞ്ഞു. ആ ആചാര്യൻ കൊടുത്ത ആത്മവിശ്വാസം കൊണ്ട് തിരിച്ചുപോയ ആ കുട്ടിയാണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും മഹാനായി മാറിയ ഡോക്ടർ APJ അബ്ദുൽ കലാം. ധ്രുവന്റെ കഥ മാത്രമല്ല, അബ്ദുൽ കലാമിൻ്റെ കഥയുമുണ്ട്. അതിപ്രാചീന കാലം മുതൽ ആധുനിക കാലം വരെയുള്ള അനേകായിരം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നാം നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യം. യൂണിവേഴ്സിറ്റിയിലെ വിഷം കൊടുക്കുമ്പോൾ ക്ഷേത്രങ്ങളിലും വീട്ടിലും അമൃത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രഭാഷണം കേട്ടിട്ട് കാര്യമില്ല. അതുണ്ടാവണം. അങ്ങനെ കൊടുക്കാൻ, അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെയാണ് ഞാൻ സഹനമെന്ന് പറഞ്ഞത്. മേലുദ്യോഗസ്ഥൻ ഒരു വഴക്ക് പറഞ്ഞാൽ ഉടനെ ആത്മഹത്യ ചെയ്യുന്നത് ഉണ്ടല്ലോ, നമ്മുടെ മുമ്പിലുണ്ടല്ലോ. നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്താണ്? ഒരു വഴിപിഴച്ച ഒരു സ്ത്രീ അവിടെ വന്നിരുന്ന് കൊള്ളരുതായ്മ പറഞ്ഞപ്പോഴല്ലേ? അവർ വഴിപിളച്ചവളാണ്. അവൾ പറയുന്നത് കേട്ടിട്ടല്ല എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും നിലനിൽക്കേണ്ടത് എന്ന് എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ ചിന്തിച്ചില്ല? ഒരു സത്യമാണ്, വാസ്തവത്തിൽ ഒരു നിമിഷ നേരം കൊണ്ടുണ്ടാവുന്ന നൈരാശ്യം നമ്മുടെ ജീവിതത്തിനെ തകിടം മറിക്കാം. പക്ഷേ അങ്ങനെ തകിടം മറിക്കാൻ ആ നൈമിഷികമായ വികാരത്തെയും അതിജീവിക്കാൻ കഴിയുന്നൊരാത്മവിശ്വാസമോ സഹനശക്തിയോ ഉണ്ടാക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എനിക്ക് സഹനശക്തി ഉണ്ടാവണേ ദൈവമേ എന്ന് നിങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ നല്ല ഭർത്താവിനെ കിട്ടാൻ, നല്ല ഭാര്യയെ കിട്ടാൻ, നല്ല ജോലി കിട്ടുവാൻ, മക്കൾ വഴിപിഴക്കാതിരിക്കാനൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് സഹനശക്തി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് നഷ്ടം സഹിക്കുവാൻ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അതുണ്ടാവണ്ടേ? ഒരു കച്ചവടം വന്നാൽ കൊച്ചിയിൽ അവിടെ ബ്രോഡ്വേയിൽ ഒരു വലിയ പേപ്പർ കട, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള പേപ്പർ വിൽപ്പനയാണ്, ഹോൾസെയിൽ കടയാണ്. അത് കത്തി ഒരു ദിവസം രാത്രിയിൽ ഷോർട്ട് സർക്യൂട്ടോ എന്തോ. അയാൾ ജീവിക്കുന്നത് മട്ടാഞ്ചേരിയിലാണ്, ഉടമസ്ഥൻ. രാത്രിയിൽ ആരോ ഫോൺ ചെയ്തു, അയാൾ മടങ്ങി വന്നു. ഇവിടെ ഇത് ആളിക്കത്തിക്കൊണ്ടിരിക്കുക, 2 or 4 ഫയർഫോഴ്സ് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ടെല്ലാം കത്തി അമർന്നു. അടുത്ത കടകളും കൂടി തീ പിടിച്ച് തുടങ്ങിയപ്പോഴാണ് അയാൾ ഇതെല്ലാം കൈകെട്ടി കണ്ടുകൊണ്ട് നിൽക്കുക. കണ്ട ആൾക്കാർക്ക് ഇയാളെ കണ്ടിട്ട് ആണ് സങ്കടം. അവർ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല? പിന്നെ എനിക്ക് വിഷമമില്ല, എൻ്റെ കോടികളാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്, വിഷമമില്ല. എന്തൊരു ചോദ്യം അത്? അല്ല നിങ്ങൾ പിന്നെ ഇങ്ങനെ കയ്യും കെട്ടി പിന്നെ ഞാൻ തലയും കുത്തി നിൽക്കണം? എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇത് കെടുത്താൻ? പോയത് പോയി. ഞാൻ ഈ തെരുവിൽ ഈ പീഡികത്തിണ്ണയിലിരുന്ന് കച്ചവടം ആരംഭിച്ചവനാണ്. 4 അണ കൊണ്ട് കച്ചവടം ആരംഭിച്ചവനാണ്. ഞാൻ വീണ്ടും കെട്ടിപ്പടുക്കും എൻ്റെ സാമ്രാജ്യം. പണ്ട് പുരാതന കാലത്തല്ല, അടുത്ത കാലത്ത് നടന്ന, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നല്ല, വർത്തമാനകാലത്തിൽ ജീവിതങ്ങളുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. നഷ്ടം സഹിക്കാൻ നമ്മൾ ശീലിക്കണം, നമ്മുടെ മക്കളെയും ശീലിപ്പിക്കുമ്പോഴാണ്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടാകൂ എന്നർത്ഥം. കാരുണ്യം എന്ന വികാരമുണ്ടായിരുന്നെങ്കിൽ വയനാട്ടിലെ കൂട്ടുകാരനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുമായിരുന്നോ? ഭാര്യയെ ഇവിടെ അഞ്ചലിൽ, പത്തനംതിട്ട ജില്ലയിലെ കൊല്ലം ജില്ലയിൽ ഒരിടത്തല്ലേ ഉദ്യോഗസ്ഥനായ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ ഭാര്യയെ സ്ത്രീധനം കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് പാമ്പിനെ വിട്ട് കടിപ്പിച്ചു കൊന്നില്ലേ? സുന്ദരിയായ ഒരു പെണ്ണിനെ പാമ്പിനെ വിട്ട് കടിപ്പിച്ചു കൊന്ന്. അവൻ ഉദ്യോഗം കിട്ടിയിട്ട് എന്താ കാര്യം? അവൻ ജീവിച്ചിരുന്നിട്ട് ആർക്കാ ഗുണം? അവൻ നാളെ ആർക്കെങ്കിലും വിഷം കൊടുക്കില്ല എന്ന് അത്തരക്കാരൊക്കെ പഴയ കണക്കിൽ, വേലുത്തമ്പിയുടെ കണക്കിൽ അപ്പോഴേ കൊന്നു കളയേണ്ടതാ. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് സ്വന്തം ഭാര്യയെ പോലും ഇങ്ങനെ കണക്കാക്കാൻ കഴിയുന്നു എന്നാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഈ കാരുണ്യം, സ്നേഹം എന്നുള്ള തുടങ്ങിയ സഹനം എന്നൊക്കെ പറയുന്ന മാനുഷികമായ ഗുണങ്ങൾ ഉണ്ടാക്കപ്പെട്ടില്ല. ത്യാഗം എന്നുള്ള ഗുണം, മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ ഒക്കെ, അതിനെയാണ് ത്യാഗമെന്ന് പറയുന്നത്. എനിക്ക് വേണ്ടതാണ്, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടത്, എനിക്ക് അത്യാവശ്യമായിട്ടുള്ളതിനെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. ഈ ഗുണങ്ങളൊക്കെ വേണ്ടേ മനുഷ്യനായി വളരാൻ? അത് കൂടുമ്പോഴാണ് മനുഷ്യൻ ദൈവമായി മാറുന്നത്, ഈശ്വരനായി മാറുന്നത്. ആ മനുഷ്യനെ സ്വാർത്ഥനായ, മൃഗീയനായ, രാക്ഷസീയരായ മനുഷ്യരെ
ദേവതുല്യമാക്കി ഈശ്വരതുല്യമാക്കി ഉയർത്തുന്നതിനെയാണ് സംസ്കാരമെന്നോ ആത്മീയതയെന്നോ ഒക്കെ പറയുന്നത്. അതിൻ്റെ കേന്ദ്രമാക്കി ക്ഷേത്രത്തിനെ മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേ ക്ഷേത്രം കൊണ്ട് പ്രയോജനമുള്ളതായി മാറൂ. ഈ ധാർമ്മിക കേന്ദ്രം എന്നൊക്കെ പറയുന്നത് മുമ്പേ പറഞ്ഞ മാധവജി പറഞ്ഞത് ക്ഷേത്രം ധർമ്മഗൃഹമാകണം എന്നാണ്. ധർമ്മഗൃഹം, ധർമ്മത്തെ പ്രതിഫലിപ്പിക്കുന്ന, ധർമ്മത്തെ വളർത്തുന്ന, ധർമ്മത്തെ പരിപോഷിപ്പിക്കുന്ന ഗൃഹമാവണം ഗൃഹവും ക്ഷേത്രവും. ക്ഷേത്രം ധർമ്മഗൃഹമാവുന്നുണ്ടോ? ധർമ്മം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. ധർമ്മം എന്ന് പറഞ്ഞാൽ പരസ്പരതയാണ്. പരസ്പരത, അത് ഈ എല്ലാം ഇതിനെ മതമായിട്ടാണ് നമ്മുടെ ഈ കോളേജിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടതും പിടിച്ചതും എല്ലാം മതം എന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്താണ്. അപ്പോൾ പിന്നെ അതൊന്നും പാലിക്കേണ്ടതില്ലല്ലോ. മതം വേറെയാണെന്ന്, ധർമ്മം വേറെയാണ്, ആത്മീയത വേറെയാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ പരസ്പരതയാണ്. കടലിലെ വെള്ളം സൂര്യപ്രകാശം കൊണ്ട് ചൂടായി നീരാവിയായി ആകാശത്തേക്ക് ഉയരുന്നു. അത് ആകാശത്ത് മഴമേഘമായി ഘനീഭവിക്കുന്നു. ഘനീഭവിച്ച മഴമേഘങ്ങളെ ഭഗവാനെന്ന് വേണ്ട കാറ്റ് അതിനെ വിദൂര ദേശങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കുന്നു. വിദൂര ദിക്കുകളിൽ പർവ്വതങ്ങൾ അതിനെ തടഞ്ഞു നിർത്തുന്നു. അവിടെ അത് മഴയായിട്ട് പെയ്യുന്നു. പർവ്വതമുകളിൽ വീണ ജലരാശികൾ ഒരു ചാലായി, പൊയ്കയായി, തോടായി, പുഴയായി, നദിയായി ഒഴുകി വീണ്ടും എവിടെ എത്തിച്ചേരുന്നു? സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. സമുദ്രത്തിൽ നിന്ന് തുടങ്ങി കറങ്ങിത്തിരിഞ്ഞ് സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. ഇത് പരസ്പര ബന്ധിതമാണല്ലോ. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചില്ലെങ്കിൽ മഴ കിട്ടുമോ? മഴ ഇല്ലെങ്കിൽ പ്രാണികൾ, ജലമില്ലെങ്കിൽ പ്രാണികൾക്ക് ജീവിക്കാൻ കഴിയുമോ? പ്രപഞ്ചമില്ല. അപ്പം പ്രപഞ്ചത്തിൻ്റെ സത്യം എന്ന് പറയുന്നത് ഈ പരസ്പരതയാണ്. ഇതിലേതെങ്കിലും മഴമേഘങ്ങൾ അവിടെ തന്നെ നിൽക്കാനാണ് തീരുമാനം. എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞെന്നാൽ പിന്നെ എങ്ങോട്ട് പോകും? കാറ്റ് വിചാരിച്ചാൽ പോവുമോ? വായു ഭഗവാൻ സമരം നടത്തുക എന്ന് വിചാരിക്കട്ടെ. എനിക്കിപ്പോൾ എനിക്ക് എൻ്റെ ബോണസും അലവൻസും ഒക്കെ കിട്ടിയിട്ട് ഞാൻ ആലോചിക്കാം കാറ്റായിട്ട് വരണോ വേണ്ടയോ എന്ന്. വരുമ്പോൾ വായു ഭഗവാൻ പറഞ്ഞെന്നാൽ നടക്കുമോ? മഴ പെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞെന്നാൽ നടക്കുമോ? ഓരോന്നും അവരവരുടെ ധർമ്മം നിർവഹിക്കുന്നത് കൊണ്ടാണ് ഈ പാരസ്പര്യം, പരസ്പരത ചക്രം, പ്രപഞ്ച ചക്രം, പ്രപഞ്ച ജീവിത ചക്രം അത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. ഈ പരസ്പരതയ്ക്ക് പറയുന്ന പേരാണ് ധർമ്മം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രകൃതിയിലെ സർവ്വജീവജാലങ്ങളും ഇങ്ങനെ പരസ്പര ബന്ധിതമാണെങ്കിൽ ഞാനും നിങ്ങളും ഈ പ്രപഞ്ചവുമായി പരസ്പര ബന്ധിതമാവണ്ടേ? മറ്റു മനുഷ്യരുമായി, മറ്റു പ്രദേശങ്ങളുമായി, പ്രകൃതിയുമായി, ജീവജാലങ്ങളുമായി, ഈ കാണുന്നതുമായി പരസ്പര ബന്ധമുണ്ട്. അതിനെ പോഷിപ്പിക്കാൻ, അതിനെ നിലനിർത്താൻ ഞാനും എൻ്റേതായ ധർമ്മം നിർവഹിക്കണ്ടേ? അതിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. അത് അങ്ങനെ നിനക്കൊരു കാര്യം ചെയ്യാനുണ്ട് ഈ നാട്ടിൽ, നിനക്ക് ഈ നാടിന് വേണ്ടി ഒരു നന്മ ചെയ്യാനുണ്ട്, നിനക്ക് ഈ സമൂഹത്തിന് വേണ്ടി ഒരു കർമ്മം ചെയ്യാനുണ്ട്, നിനക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സന്തുലനത്തിന് വേണ്ടി ഒരു ജീവിതം നയിക്കാനുണ്ട് എന്ന ജീവിത പാഠം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ ഈ കലാലയങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ സർവകലാശാലയിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതില്ലാതെ നീ മൃഗത്തെ പോലെ ജീവിക്കൂ എന്ന് പറയുമ്പോൾ ഈ പരസ്പരത എന്ന ധർമ്മം, സംസ്കാരം എവിടെ ഉണ്ടാവും? എവിടെ ബാക്കിയുണ്ടാവും? അതുണ്ടാവണമെങ്കിൽ ഈ ധാർമ്മിക ബോധം, അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു പഠിപ്പിക്കല്ലേ, മാതൃധർമ്മം, പുത്രധർമ്മം, പിതൃധർമ്മം, ഭ്രാതൃധർമ്മം, ഭാര്യാധർമ്മം. ഭാര്യാധർമ്മം എന്നൊരു പുസ്തകം, ഒരു 10-15 പേജുള്ളൊരു പുസ്തകം ശ്രീനാരായണ ഗുരു. ഇന്ന് അദ്ദേഹം ആ പുസ്തകമായിട്ട് വന്ന യൂണിവേഴ്സിറ്റി പിള്ളേരും അധ്യാപകരും കൂടി കയറി ഗുരുദേവനെ അടിച്ച് പരത്തി കളയും. ഭാര്യാധർമ്മമോ? അതെന്തൊന്ന് സാധനം? ഭാര്യ ഒരുത്തൻ്റെ അടിമയല്ല, ഭാര്യ തന്നെ വേണ്ട. അതാണ് ലിവിങ് ടുഗദർ. ലിവിങ് ടുഗദർ എന്ന് അതിൻ്റെ പേര്. കോഴിക്കോട് ഒരു സ്ഥലത്ത് ഒരു യുവജന സമ്മേളനത്തിന് ഞാൻ പോയി, വിവേകാനന്ദ ജയന്തിക്ക് സമ്മേളനത്തിന് പോയി. പരിപാടിക്ക് മുന്നേ എല്ലാം കോളേജിൽ പഠിക്കുന്നവരാണ്, അവർക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. സമ്മേളനത്തിൽ സംസാരിക്കുന്നതിന് പരിപാടിക്ക് മുന്നേ വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ ഒരു യുവതി, ചെറുപ്പക്കാരി, വിവാഹിതയാണ്. അവളൊരു അനുഭവം പറഞ്ഞു. അവളപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്, എം.എക്ക് പഠിക്കാൻ പോയി. ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ. അവൾ പറഞ്ഞു, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനൊക്കെ കിട്ടി ചെന്നപ്പോൾ ഞങ്ങളോടൊരു ടീച്ചർ ഒരു കാര്യം പറഞ്ഞു ചേട്ടാ. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം?
ഇവളിങ്ങനെ ഡിഗ്രി കഴിഞ്ഞാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ കുറി ഇവിടെ വിവാഹം കഴിച്ച ഒരു 2 കുറിയൊക്കെ തൊട്ടവരുണ്ടല്ലോ. ഇവിടെ അമ്മ ഇരിക്കുന്ന പ്രായമായാലും ഇവിടെയും കുറിയുണ്ട് അമ്മച്ചിമാർക്കൊക്കെ. ചെറുപ്പക്കാർക്ക് പലർക്കും ഇല്ല, കാരണം അത് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാലോ, തെറ്റല്ല ശരിക്കും ധരിച്ചാലോ എന്ന് പേടിച്ചിട്ട്. ഇവിടെയും കുറിയുണ്ട്, ഇവിടെയും കുറിയുണ്ട്. ഇവിടെ കല്യാണം കഴിച്ചവരാണല്ലോ തൊടുന്നത്. അതിനെന്താ സീമന്ത് അങ്ങനെ എന്തൊരു പേരുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. അതാണ്. അപ്പോൾ ഈ കുറിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവള് പിന്നെ മാല, താലിമാലയുണ്ട്, മറ്റു മാലയൊക്കെ ഉണ്ട്, കയ്യിൽ ചരടുണ്ട്, വളയൊക്കെ ഉണ്ട്. അപ്പം അഡ്മിഷൻ കിട്ടി, MA അഡ്മിഷൻ കിട്ടി, പരിചയപ്പെടാം. 18 പേരാണ് ആ ബാച്ചിലുള്ളത്. MA വിമൻസ് സ്റ്റഡീസ്, നല്ല വിഷയമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഒരു വനിതയാണ്, ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് ഡിപ്പാർട്ട്മെൻറ്റ്. അവർ പരിചയപ്പെടാൻ വേണ്ടി വന്ന് പരിചയപ്പെട്ട ഓരോരുത്തരെ പരിചയപ്പെട്ട് ഇവളുടെ മുമ്പിൽ ഇങ്ങനെ നിന്നപ്പോൾ ടീച്ചർ ആപാത ചൂടെ ഒന്ന് നോക്കിയിട്ടൊരു പുച്ഛിച്ചൊരു ചിരി. ടീച്ചറോട് ഇവൾ ചോദിച്ചു, എന്താ ടീച്ചർ ഒരു പുച്ഛം? ഇന്നത്തെ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു പുച്ഛം എന്താണ് എന്ന് ചോദിച്ചു. അല്ല നീ എന്തുവാ നിൻ്റെ ഈ നെറ്റിയെ കാണിച്ചു വെച്ചത്? എന്താ ടീച്ചറെ പ്രശ്നം? അല്ല നിൻ്റെ നെറ്റിയിൽ ഇവിടെ കുറി, പിന്നെ വേറൊരു കുറി, പിന്നെ ഇവിടെ തലമുടിയുടെ അവിടെ വേറൊരു കുറി. അല്ല അത് ഞാൻ വിവാഹിതയാണ്, അതിൻ്റെ ഒരു അടയാളം, ഞങ്ങളുടെ ഒരു ആചാരമാണ്. അല്ല നീ വിവാഹിതയാണെന്ന് സമ്മതിച്ചു, നീ ഒരു പുരുഷൻ്റെ അടിമയൊന്നും അല്ലല്ലോ. ഇതൊരു അടിമത്തത്തിൻ്റെ അടയാളമാണ്. നാണമില്ലേ? നീ MAക്ക് പഠിക്കാൻ വന്നവളല്ലേ? നീ വല്ല യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന് വന്നവളല്ലേ? നിനക്ക് നാണമില്ലേ ഈ കുറിയും വരെയൊക്കെ ആയിട്ട് നടക്കാൻ എന്ന് ആ ടീച്ചർ അവളോട് ചോദിച്ചു. അവൾക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല. അത് കേട്ട് എന്നിട്ട് ആ ടീച്ചർ ഒരു കാര്യം കൂടെ പറഞ്ഞു, കുഴപ്പമില്ല, 2 കൊല്ലം നിങ്ങൾ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഇത് കഴിയുമ്പോൾ നിങ്ങൾ സ്വയം ഈ താലിയും കുറിയും ഒക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കുറപ്പുണ്ട്. കാരണം പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് ടീച്ചർക്കറിയാം, യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. എന്നാൽ ടീച്ചർ പറഞ്ഞു, ഇവള് പഠിക്കാൻ തുടങ്ങി ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യം പറയുന്നത്. ഞാൻ ചോദിച്ചു, ടീച്ചറോട് നിനക്ക് ചോദിച്ചു കൂടായിരുന്നോ? ടീച്ചറിൻ്റെ വീട്ടിൽ ഭർത്താവും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഇല്ലേ എന്നൊന്ന് ചോദിച്ചു കൂടായിരുന്നോ എന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ ആ യുവതി പറഞ്ഞത്, അതിന് ചേട്ടാ ടീച്ചർ കോഴിക്കോട് ലിവിങ് ടുഗദറിലാണ്. വിശദീകരിക്കണ്ടല്ലോ, മനസ്സിലായവർക്കൊക്കെ മനസ്സിലായാൽ മതി. ആ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. അവർ കുടുംബത്തിൻ്റെ മഹത്വം പഠിപ്പിക്കുമോ? ഭാര്യാധർമ്മം പഠിപ്പിക്കുമോ? പുത്രധർമ്മം പഠിപ്പിക്കുമോ? ഭർത്തൃധർമ്മം പഠിപ്പിക്കുമോ? മനുഷ്യനാവാൻ, കുടുംബമായി ജീവിക്കാൻ, സമൂഹ ജീവിയാകാൻ പഠിപ്പിക്കുമോ യൂണിവേഴ്സിറ്റിയിൽ? ഞാൻ മുമ്പേ പറഞ്ഞത് വെറുതെ ആരോപണമല്ല എന്നർത്ഥം. ഈ കാര്യങ്ങൾ, ഇത്തരം 100 കണക്കിന് കാര്യങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, സർവകലാശാലയിൽ നിന്ന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് മൃഗമാകാൻ, സർവകലാശാലകൾ നിങ്ങളുടെ മക്കളെ മൃഗമാകാൻ പഠിപ്പിക്കുമ്പോൾ ക്ഷേത്രം കൊണ്ട് നിങ്ങൾക്ക് മക്കളെ മനുഷ്യനാക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചത് വെറുതെ അല്ല. ഇങ്ങനത്തെ എത്ര ഉദാഹരണം വേണമെങ്കിലും എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ ധർമ്മഗൃഹമാക്കി മാറ്റുവാൻ, വീടിനെ എന്നതുപോലെ ക്ഷേത്രത്തിനെയും ധർമ്മഗൃഹമാക്കി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെങ്കിൽ ഈ ഓരോരുത്തരും പാലിക്കേണ്ട ധർമ്മം എന്ന് പറയുന്ന ആ ധർമ്മമാണ് പ്രപഞ്ച ജീവിതത്തിനെ നിലനിർത്തുന്നത്, സമൂഹ ജീവിതത്തിനെ നിലനിർത്തുന്നത്. അതുകൊണ്ട് സ്വാർത്ഥത പഠിപ്പിക്കുന്ന കലാലയങ്ങളിൽ എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അത് മൃഗീയതയാണ്, സ്വാർത്ഥതയാണ് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്നതെങ്കിൽ ക്ഷേത്രം കൊണ്ട് നിസ്വാർത്ഥത പഠിപ്പിക്കാൻ കഴിയണം എന്നർത്ഥം. നിസ്വാർത്ഥതയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാനും സഹിക്കാനും പഠിപ്പിക്കണ്ടേ? മറ്റുള്ളവർക്ക് വേണ്ടി അവിടെയാണ് ത്യാഗവും സേവനവും ഒക്കെ ഉണ്ടാവുന്നത്. സേവനം എന്നുള്ളതുണ്ടാവേണ്ടേ നമ്മുടെ മക്കൾക്ക്? മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കണ്ടേ? അങ്ങനെ കടന്നു വരുമ്പോൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ നിങ്ങൾ യാത്ര ചെയ്യാറുണ്ടല്ലോ ഇടയ്ക്കെങ്കിലും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ അമ്മച്ചിമാരൊക്കെ വന്നിരിക്കുമ്പോൾ പിള്ളേർ, മിടുക്കികൾ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും സീറ്റിൽ. ആരും എഴുന്നേറ്റ് തരാത്തപ്പം നിങ്ങൾക്ക് ദേഷ്യം വരാറില്ലേ? വയ്യാത്തൊരമ്മച്ചി നിൽക്കുന്ന കണ്ടിട്ടും നീയൊക്കെ ഇങ്ങനെ ഈ പറയാനിപ്പോൾ ധൈര്യം ഉണ്ടാകത്തില്ല. പണ്ട് പറയുമായിരുന്നു, ഇപ്പോൾ പറഞ്ഞാൽ തേമ്പ് കിട്ടും, അതുകൊണ്ട് പറയത്തില്ല. പക്ഷേ മനസ്സിൽ നമുക്ക് ദേഷ്യമുണ്ട് അവൾ എഴുന്നേറ്റ് തരാത്തതിൽ. ഞാൻ വയ്യാത്തൊരമ്മച്ചിയല്ലേ, ഒരു സീറ്റ് തന്നാൽ എന്താ കുഴപ്പം? അത് സ്വയം ചിന്തിക്കുമ്പോൾ നിങ്ങൾ മറ്റൊന്നുകൂടി സ്വയം ചിന്തിക്കണം. ഞാൻ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഇത് പഠിപ്പിച്ചിരുന്നോ എന്ന്. ഞാൻ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഈ കാര്യം പഠിപ്പിച്ചിരുന്നോ? ഞാൻ ഇന്നലെ എറണാകുളത്തു നിന്ന് വന്ന് പുതുപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ കോട്ടയത്തു നിന്ന് കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ, സീറ്റിൽ. അപ്പോൾ എൻ്റെ 2 തോളിലും ഓരോ സഞ്ചി ഇങ്ങനെ മാറാപ്പ് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പം ഒരു സീറ്റിൽ നിന്ന് 2 പിള്ളേരൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. അവർ ഈ പറഞ്ഞതുപോലെ കിട്ടിയ വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം, പുരോഗമന വിദ്യാഭ്യാസം കിട്ടിയതായതുകൊണ്ട് അവർ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേക്കാത്തതിൽ എനിക്ക് പരാതിയില്ല.
പക്ഷേ ഒരാൾ എഴുന്നേറ്റപ്പോൾ ഞാൻ അവിടെയോട്ട് കയറി ഇരിക്കാൻ തുടങ്ങിയപ്പം ആ സീറ്റിലിരുന്നത് ഒരമ്മയാണ്. അമ്മ പുറകിലത്തെ സീറ്റിൽ മകനിരിക്കുന്നു. മകനോട് പറഞ്ഞു, എടാ നീ മുമ്പിൽ വന്നിരിക്കുക. അപ്പോൾ ചേട്ടൻ പുറകിലത്തെ സീറ്റിലിരുന്നോളും. അവൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും വേറൊരു പെങ്കൊച്ച് കയറി ആ സീറ്റിലിരുന്നു. അപ്പോൾ എനിക്ക് അതും പോയി, മറ്റവൻ എഴുന്നേറ്റും ഇല്ല, അമ്മാത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, ഇല്ലത്തെത്തിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി. ഞാൻ വീണ്ടും അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ ആ അമ്മ മകനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് കൊടുക്ക്, ഈ സീറ്റ് ഈ ചേട്ടന് കിട്ടിയതായിരുന്നല്ലോ, കിട്ടാത്തതുകൊണ്ട് നീ എഴുന്നേറ്റ് കൊടുക്കുന്നു പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് ഈ സീറ്റിൽ എനിക്ക് ഇരുത്തിക്കാൻ വേണ്ടി അനുവദിച്ചു. നാളെ ആ അമ്മയും വയ്യാണ്ടായി എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം അവരുടെ മകനെ പഠിപ്പിച്ചത് അതാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എന്നർത്ഥം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിസാരമോ കടുപ്പപ്പെട്ടതോ ആയ എന്തെങ്കിലും ഒക്കെ ത്യജിക്കാൻ നാം ശൈശവത്തിലേ ശീലിപ്പിക്കണം എന്നർത്ഥം, ബാല്യത്തിലേ ശീലിപ്പിക്കണം എന്നർത്ഥം. ഈ ത്യാഗവും സഹനവും ഒക്കെ ശീലിപ്പിക്കുമ്പോഴാണ് കുടുംബം നിലനിൽക്കുന്നത്. എങ്ങനെയാണ് കുടുംബം നിലനിൽക്കുന്നത്? എങ്ങനെയാണ്? ഓരോരുത്തരും മറ്റുള്ളവർക്കു വേണ്ടി എന്ന് ചിന്തിക്കുമ്പോഴാണ് കുടുംബം നിലനിൽക്കുന്നത്. ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി, അങ്ങനെയല്ലേ? അച്ഛൻ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി, അമ്മ ഭർത്താവിനും മക്കൾക്കും വേണ്ടി, മക്കൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി, കൊച്ചുമക്കൾ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും വേണ്ടി, ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോഴാണ് കുടുംബത്തിൽ സ്നേഹമുണ്ടാവുക, അപ്പോഴാണ് കുടുംബത്തിൽ ഐക്യമുണ്ടാവുക. വിശേഷ ദിവസങ്ങളിൽ പലഹാരങ്ങളോ പായസമോ സദ്യയോ ഒക്കെ ഒരുക്കിയാൽ ആദ്യം കൊടുക്കുന്നത് ആർക്കായിരിക്കും? വീട്ടിൽ വയ്യാത്ത ഒരാളുണ്ടെങ്കിൽ അവർക്കായിരിക്കും, വീട്ടിൽ കന്നുകാലികളുണ്ടെങ്കിൽ അതിനായിരിക്കും. എന്നിട്ട് എല്ലാവരുടെയും ഒന്നിച്ചിരുന്ന് സദ്യ കൊണ്ടുവന്നത്. ഓണത്തിനൊക്കെ അങ്ങനെയായിരുന്നു. ഓണത്തിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് വീടിന് ചുറ്റും വാഴയില നറുക്കിയിട്ടിട്ട് അതിൽ എണ്ണത്തിരി കത്തിച്ച് വെച്ചിട്ട് അരിപ്പൊടി വിതറുമായിരുന്നു. എന്തിനാണത് ചെയ്യുന്നത്? ഉറുമ്പിനെ ഊട്ടുന്നത് എന്തിനായിരുന്നു? മറ്റുള്ളതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു. പറയാതെ സർവകലാശാല വിദ്യാഭ്യാസം കിട്ടാത്ത അമ്മമാർ മക്കളെയും കൊച്ചുമക്കളെയും പ്രപഞ്ചത്തിൻ്റെ സത്യം പഠിപ്പിക്കുകയായിരുന്നു, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ പാഠം പഠിപ്പിക്കുകയായിരുന്നു. ഇന്ന് ഓണത്തിന് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഏർപ്പാട്? എന്തിനത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇത് പറഞ്ഞു കൊടുക്കാൻ ഉള്ള കേന്ദ്രമായ അത്തരം സംസ്കാരം, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്, അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ വീടുകളിൽ നിന്ന് പഠിപ്പിക്കാതെ പോയവരുടെ മക്കളാണ് ഇന്നത്തെ മക്കൾ എന്നുള്ളത് കൊണ്ടാണ് നിസാര കാര്യത്തിന് ഡൈവോഴ്സ് ഉണ്ടാകുന്നതും, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നതും, ഭർത്താവ് ഭാര്യയെ വിഷം കൊടുത്ത് കൊല്ലുന്നതും, മക്കളെ അമ്മ കൊല്ലുന്നതും ഒക്കെ. ഈ ദുരന്തങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് കൊടുത്ത വിദ്യാഭ്യാസത്തിന് അപകടം കൊണ്ടാണ്, വഴിപിഴക്കൽ കൊണ്ടാണെങ്കിൽ അതിന് പകരമുള്ള നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന വിദ്യാകേന്ദ്രങ്ങളാക്കി ക്ഷേത്രത്തെ മാറ്റാൻ കഴിയണം. ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്ന കേന്ദ്രമാക്കി ക്ഷേത്രത്തെ മാറ്റാൻ കഴിയണം. കുടുംബ സംസ്കാരം എന്ത് എന്ന് പറഞ്ഞു കൊടുക്കാനും അത് പരിശീലിപ്പിക്കാനുമുള്ള പരിശീലന വിദ്യാ കേന്ദ്രമാക്കി ക്ഷേത്രത്തെ മാറ്റുമ്പോഴാണ് ക്ഷേത്രം സമൂഹത്തിന് ഗുണമുള്ളതെന്നായി മാറുന്നത്. ആ തരത്തിൽ ഉള്ള സഹനവും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷയിൽ തോറ്റതിന് മാത്രമല്ല, മാർക്ക് കുറഞ്ഞാൽ പോലും ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക്, നമ്മുടെ ജീവിതം ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുന്നുവെങ്കിൽ അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെ ആണ് എന്നർത്ഥം. അതുകൊണ്ട് ആത്മവിശ്വാസം അപകർഷബോധമല്ല. എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ പഠിക്കാൻ മിടുക്കനല്ല. പഠിക്കാൻ എല്ലാവരും മിടുക്കനാവണമെന്ന് എന്താ ഇപ്പോൾ നിർബന്ധം? എല്ലാവരും 1ാം ക്ലാസ്സിൽ ജയിക്കണമെന്ന് എന്തിനാണ് നിങ്ങൾ വാശി പിടിക്കുന്നത്? ഇപ്പോൾ വാട്സാപ്പിൻ്റെ കാലമാണല്ലോ, ഫേസ്ബുക്കിൻ്റെ. ഞാൻ കണ്ട ഒരു വീഡിയോ, ചെറിയ വീഡിയോ ആണ്. ഒരു പ്രായമായൊരു മനുഷ്യൻ കുടയും കുത്തി നടന്നു വരുന്നു. പണ്ടത്തെ നിലയ്ക്ക് വെള്ള ഷർട്ടും ജുബ്ബയും അല്ലെങ്കിൽ മുണ്ടും തോളിലൊരു വേഷ്ടിയും കുടയും ഉണ്ടെങ്കിൽ ആരായിരിക്കും? അധ്യാപകനായിരിക്കും. അങ്ങനെ ഒരു അധ്യാപകൻ നടന്നു, വയസ്സായൊരു അധ്യാപകൻ നടന്നു. അപ്പോൾ എതിരെ ഒരു 10-30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ താടിയും ചപ്രശ മുടിയൊക്കെ ആയിട്ട് നടന്നു വരുന്നു, സൈക്കിളെ. അപ്പോൾ അവൻ ചാടി ഇറങ്ങി, സാറ് നമസ്കാരം. സാറൊന്ന് നോക്കി, ആരാ, ഏതാ? അല്ല, സാറെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ, പേരിന്നതാ. അത് ശരി, നീയാണില്ലേ? എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും കൊള്ളരുതാത്തവൻ നീയായിരുന്നു. ഒന്നും പഠിക്കാത്തവൻ, എന്നും വഴക്കും അടിയും മാത്രമല്ല നീ വാങ്ങിക്കൊണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ എന്തോ പണി? തെങ്ങുകയറ്റോ സാറേ? കണ്ടില്ല, നിൻ്റെ കൂടെ പഠിച്ചവൻ ഇപ്പോൾ ഇവിടുത്തെ ജില്ലാ കളക്ടറാണ്. നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം?
നീ ഇങ്ങനെ നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോകാൻ എന്നാൽ പിന്നെ ആയിക്കോട്ടെ സാറേ ഞാൻ പോവുക എന്ന് പറഞ്ഞ് അവൻ സൈക്കിൾ ചവിട്ടാൻ. അല്ല നീ ഇപ്പോൾ എന്താ പണിയെന്ന് പറഞ്ഞാൽ തെങ്ങ് കയറ്റോ? അല്ല എൻ്റെ വീട്ടിലൊരു 10-20 തെങ്ങ് മാസങ്ങളായി തേങ്ങ ഇടാൻ ആളില്ലാതെ നിൽക്കുക, അത് പൊഴിഞ്ഞ് വീഴുന്നു, തേങ്ങ ആവശ്യത്തിന് കിട്ടുന്നില്ല, അതൊന്ന് വന്ന് ഇട്ട് തരണം. അല്ല ഞാൻ കൊള്ളരുതാത്തവനല്ലേ, മിടുക്കനൊരുത്തൻ കളക്ടർ ഉണ്ടല്ലോ, അവനെ വിളിച്ചിട്ട് സാറ് തേങ്ങ ഇടിച്ചാൽ മതി എന്ന് പറഞ്ഞു. തെങ്ങ് കയറ്റക്കാരൻ ഈ നാട്ടിൽ വേണ്ടേ? കൂലിപ്പണിക്കാരൻ വേണ്ടേ? മുറുക്കാൻ കച്ചവടക്കാരൻ വേണ്ടേ? കടല വിൽപ്പനക്കാരൻ വേണ്ടേ? കലാകാരൻ വേണ്ടേ? മിമിക്രിക്കാരൻ വേണ്ടേ? ഡാൻസ് അറിയാവുന്നവർ വേണ്ടേ? സംഗീതം അറിയാവുന്നവർ വേണ്ടേ? അതൊക്കെ ചേരുന്നതാണ് ഒരു സമൂഹം. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നന്മണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഹിന്ദു സമ്മേളനത്തിന് പോയി. അവിടെ എല്ലാ വർഷവും ആദരിക്കും, 10-28 കൊല്ലമായിട്ട് ആദരിക്കും, ഓരോ ദിവസവും ആദരിക്കുന്നത് ആരെ? 25 കൊല്ലമായി 40 കൊല്ലമായി തേങ്ങ ഇടുന്ന ഒരു കൂലിക്കാരനെ ആദരിക്കുന്നു. 50 കൊല്ലമായി ആശാരിപ്പണി ചെയ്യുന്ന ഒരു മൂത്താശാരിയെ ആദരിക്കുന്നു. 40 കൊല്ലമായി 50 കൊല്ലമായി കൃഷിപ്പണി ചെയ്യുന്ന ഒരാളിനെ ആദരിക്കുന്നു. ഒരു പാട്ടുകാരനെ ആദരിക്കുന്നു, ഒരു സംഗീതജ്ഞനെ ആദരിക്കുന്നു, ഒരു നാടകക്കാരനെ ആദരിക്കുന്നു. ആ വർഷം സമ്മാനം കിട്ടിയ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയും ആദരിക്കുന്നു, ഡാൻസിന് സമ്മാനം കിട്ടിയ കുട്ടിയെയും. ഇതെല്ലാം ചേരുന്നതാണ് സമൂഹം. ഇതെല്ലാം ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ പത്തനംതിട്ടയിലെ 3 കറുത്ത ചെറുപ്പക്കാരുടെ മിമിക്രി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ള മിമിക്രികൾ, ഒരു വൃത്തികേടും പറയാത്ത മിമിക്രി നിങ്ങൾ കണ്ടുകൊണ്ട്. അവരൊക്കെ പരീക്ഷ തോറ്റവരാ. സാജൻ പള്ളൂരുത്തി പരീക്ഷ തോറ്റയാൾ, അയാൾ യൂണിവേഴ്സിറ്റി പോയി പരിപാടി നടത്തുകയാണ്. അയാൾ യൂണിവേഴ്സിറ്റി പരിപാടി നടത്തുമ്പോൾ അയാൾ പറയുന്നു, ഞാൻ തോറ്റത് കൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് ഇങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റിയത്. ഞാൻ പഠിച്ച് വല്ല ക്ലർക്കോ ആയിരുന്നെങ്കിലോ ഒരു ചുക്കും ആവത്തില്ല. 4 അണയെ വാങ്ങിച്ചതിലും ആ പീസ് മുറിയിൽ ഫയലും കെട്ടിപ്പിടിച്ചിരിക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പരീക്ഷയിൽ തോൽക്കുന്നത് ജീവിതത്തിൽ തോൽക്കലല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മക്കൾ പഠിത്തത്തിൽ പരാജയപ്പെട്ടാൽ അതിൽ ഖേദിക്കേണ്ടതില്ല, അവരെ ചീത്ത വിളിക്കേണ്ടത്. അവർക്കെന്താ ഗുണമെന്ന് കണ്ടെത്തുക, ആ ഗുണം പരിപോഷിപ്പിക്കുക. അത് ചിലപ്പോൾ ഒരു പാട്ടുകാരനായിട്ടായിരിക്കാം, ഒരു ഡാൻസുകാരിയായിട്ടായിരിക്കാം, ഒരു ചിത്രകാരനായിട്ടായിരിക്കാം, എന്തോ ആവട്ടെന്ന്. അല്ലെങ്കിൽ വേണ്ട ഒരു ക്ഷീരകർഷകൻ, പശുവിനെ വളർത്തുന്ന കുട്ടികളെ എനിക്കറിയാം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും പഠിക്കാൻ പോകാത്തവരും പശുവിനെ വളർത്തുന്ന നല്ല ക്ഷീരകർഷകനായി മാറിയവർ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവരൊക്കെ വേണം. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഉള്ളിൽ എന്ത് കഴിവാണുള്ളത്, എന്ത് ഗുണമാണുള്ളത്, ആ ഗുണത്തിനെ പ്രോത്സാഹിപ്പിക്കുക. ഈ കൊള്ളരുതാത്ത കാര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഗുണക്കുറവിൻ്റെ പേരിൽ ശപിക്കാതെ, ചിത്ത വിളിക്കാതെ. ഉത്തിഷ്ഠ കമലാകാന്ത എന്ന് രാമനെ വിളിച്ചില്ലേ? എഴുന്നേക്കൂ രാമ എന്നാ പറഞ്ഞത്. അതുപോലെ നമ്മുടെ മക്കളെ ശപിക്കാതെ, ചീത്ത വിളിക്കാതെ അവരുടെ ഉള്ളിലെ കഴിവിനെ, ഗുണത്തിനെ പരിപോഷിപ്പിക്കുമ്പോൾ അവർ വളരും. അല്ലാതെ അപകർഷബോധമല്ല വളർത്തേണ്ടത്. ജീവിതത്തിലെല്ലാ പരീക്ഷകളിലും ജയിച്ചിട്ട്, ജീവിതത്തിലല്ല മത്സരിച്ച എല്ലാ പരീക്ഷകളിലും, എഴുതിയ എല്ലാ പരീക്ഷകളിലും മത്സരിച്ച് 1ാം റാങ്ക് നേടിയ ഒരാൾ ജീവിതത്തിൽ പരാജയപ്പെട്ട കഥ എനിക്കറിയാം. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് പരീക്ഷാ വിജയം മാത്രമല്ല ജീവിത വിജയം. പരീക്ഷയിൽ വിജയിക്കണം, എല്ലാവർക്കും പറ്റി എന്ന് വരില്ല. പറഞ്ഞു വന്നതിൻ്റെ സാരം അപകർഷബോധം സൃഷ്ടിക്കലല്ല, വളർച്ചയ്ക്കാവശ്യം ആത്മാഭിമാനം വളർത്തലാണ്. എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ താണ ജാതിക്കാരനാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ്, എനിക്ക് പൈസയില്ല, ഇതല്ല വേണ്ടത്. അങ്ങനെ അപകർഷബോധം ഉള്ള ഒരാൾ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. അപകർഷബോധമുള്ള ഒരു കുടുംബം ജീവിതത്തിൽ നന്നാകാൻ പോകുന്നില്ല. അപകർഷബോധമുള്ള ഒരു ജാതി, സമുദായം ഒരിക്കലും പുരോഗമിക്കില്ല. കാരണം എന്താ? ഞങ്ങളുടെ അധപ്പതനത്തിൻ്റെ കാരണം മറ്റുള്ളവരാണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വളരണമെങ്കിലും ആര് വിചാരിക്കണം? മറ്റുള്ളവർ വിചാരിക്കണം. അതല്ല, നമ്മൾ വളരേണ്ടതിന് നമ്മൾ സ്വയം പണിയെടുക്കണം എന്നാണെങ്കിലോ പണിയെടുക്കും. അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു പുസ്തകം എഴുതിയ ആളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ വായിച്ച ആ ആള് ജീവിതത്തിൽ വലിയ ഉന്നതമായ സ്ഥാനം നേടിയ ആളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും മരിക്കുന്നിടം വരെ അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത് എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എനിക്കൊന്നിനും സ്ഥാനമില്ല എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പിന്നോക്ക സമുദായത്തിൽ നിന്ന് ആരും അങ്ങനെ ഉയർന്നു വന്നിട്ടില്ല എന്ന്. ആരാ പറഞ്ഞത്? ഏത് ചരിത്രമാണ്? അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലെ വലിയ ഉന്നത സ്ഥാനം വഹിച്ചയാളാണ്. ശുഭാനന്ദ ഗുരുദേവൻ്റെ കഥ ഞാൻ പറഞ്ഞില്ലേ. പറയ സമുദായത്തിൽ ജനിച്ചത് KP വള്ളോൻ, പുലയ സമുദായത്തിൽ ജനിച്ചത് തപസ്വി ഓമൽ, പുലയ സമുദായത്തിൽ ജനിച്ചത് മാതാ അമൃതാനന്ദമയി മുക്കുവക്കുടിയിൽ ജനിച്ചത്. ആർക്കാ പറ്റാത്തത്? അതുകൊണ്ട് അപകർഷബോധമല്ല മക്കളിലും സമുദായത്തിലും സമൂഹത്തിലും വളർത്തേണ്ടത് ആത്മാഭിമാന ബോധമാണ്. അതുകൊണ്ട് ഈ ഗുണങ്ങൾ നേടാൻ, നൽകാൻ കഴിയുന്ന ഇടമായി ക്ഷേത്രവും ക്ഷേത്രത്തോടനുബന്ധിച്ച് നടത്തുന്ന യജ്ഞങ്ങളും കൊണ്ട് നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴേ ഈ യജ്ഞങ്ങൾ പ്രയോജനപ്രദമായി മാറൂ. സത്രങ്ങൾ കഴിയും. ഓരോ സത്രവും കേട്ട് കഴിയുമ്പോൾ, അതിലെ പ്രഭാഷണങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക്
കൂടുതൽ വീര്യം, ഊർജം കിട്ടുവാൻ കഴിയണം. കുടുംബിനികളായ നമ്മുടെ യുവതികൾക്ക്, ഭാര്യമാരായിട്ടുള്ള നമ്മുടെ യുവതികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നേടാൻ കഴിയേണ്ടതുണ്ട്. കുടുംബനാഥന്മാരായ, ഇപ്പം നാഥൻ എന്ന് പറയാൻ പാടില്ലല്ലോ, സമത്വമല്ലേ, അതുകൊണ്ട് വീട്ടിലെ ഭർത്താവായ ചെറുപ്പക്കാർക്ക് കൂടുതൽ തൻ്റോടത്തോടെ ആത്മവിശ്വാസത്തോടെ കുടുംബത്തെ പുലർത്താൻ കഴിയണം. ജോലിയിൽ ആത്മവിശ്വാസത്തോടെ ജോലിയെടുക്കാൻ കഴിയണം. എടുക്കുന്ന പ്രവൃത്തി എന്തായാലും, കൂലിപ്പണിയായാലും, അത് കള്ളുചത്തായാലും, കച്ചവടമായാലും, കപ്പലണ്ടി വിൽപ്പനയായാലും, ചെയ്യുന്ന ജോലിയിൽ ആനന്ദം അനുഭവിക്കാൻ കഴിയണം. ചെയ്യുന്ന കർമ്മത്തിൽ ആനന്ദം അനുഭവിക്കുന്നതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. നിങ്ങൾക്കതുകൊണ്ടൊരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആ സുഖമാണ് ആ കർമ്മത്തിൻ്റെ കർമ്മണ്യേവാ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ പുരോഗമനവാദികൾ പറഞ്ഞു പണിയെടുത്താൽ മതി, കൂലി വാങ്ങരുതെന്നാണ് പറഞ്ഞ്. പമ്പര വിഡ്ഢിത്തം. ഒരു വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്തവൻ്റെ വ്യാഖ്യാനമാണത്. അതല്ല, നിങ്ങൾ പണിയെടുക്കുമ്പോൾ അതിൽ ലയിക്കുക, അതിൽ ആനന്ദം അനുഭവിക്കുക. കൂലി വേറെ വന്നോളും. വൈകുന്നേരം ആകുമ്പോൾ പണിക്ക് വിളിച്ചവൻ കൂലി തരാതെ വിടുമോ? ഇല്ലല്ലോ. ഇപ്പം നീ അങ്ങനെ ഭഗവത്ഗീത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂലി ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നാളെ നമ്മൾ ചെല്ലുമോ? ഇല്ലല്ലോ. അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ട് കൂലി വൈകുന്നേരം കിട്ടും. പക്ഷേ പണിയെടുക്കുമ്പോൾ ആ പണിയിൽ ജാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി അതിലൊരു സുഖമനുഭവിക്കുവാൻ. തട്ടാൻ കമ്മൽ പണിയുമ്പോൾ, എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ പണിതുകൊണ്ടിരുന്ന തട്ടാൻ അത് പണിയുമ്പോൾ ആ ജിമിക്കിയുടെ, നിങ്ങളുടെ ചിലരുടെ ഇപ്പോൾ കുറവാണ് അത്തരം കാര്യങ്ങൾ. അതാണ് ജിമിക്കെന്ന് ഞാൻ വിചാരിക്കുന്നില്ലേ, ഈ വട്ടത്തിൽ കുട പോലെ ഇരിക്കും, അതല്ല ജിമിക്കി. അത് കാണാൻ എന്ത് രസമാണ്, എത്ര ചെറുതാണത്, അതിൻ്റെ മുത്തുകളൊക്കെ കാണാൻ. പക്ഷേ ആ സുന്ദരമായ ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു മുത്ത് പണിയുമ്പോൾ ആ തട്ടാൻ്റെ മനസ്സിൽ അതിൻ്റെ സൗന്ദര്യബോധമായിരിക്കുമോ ഉണ്ടാവുക? അതല്ല, വൈകുന്നേരം അല്ല ഇത് പണി തീർത്ത് കൊടുത്താൽ കിട്ടുന്ന കൂലിയായിരിക്കുമോ ഉണ്ടാവുക? കൂലിയെക്കുറിച്ച് ആ ചിന്തയെങ്കിൽ ഇതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് അയാൾ എപ്പോഴും പണിയുന്നത് അതിൻ്റെ സൗന്ദര്യത്തിലായിരിക്കും അയാളുടെ നോട്ടം മുഴുവൻ. അതിനെയാണ് യജ്ഞമെന്ന് പറയുന്നത്, അതിനെയാണ് സുഖമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂലിയെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാതെ പണി നന്നായിട്ട് ചെയ്യുക. ഞാൻ മിക്കവാറും ഓട്ടോറിക്ഷയിലൊക്കെ കയറുന്ന പട്ടണത്തിൽ പോകുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പാട്ടൊക്കെ പാടിയാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. നല്ല രസമാണ്. ഇറങ്ങുമ്പോൾ കൂലി കൊടുക്കുമ്പോൾ ശരി ചേട്ടാ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു പോകും. അയാൾ ആനന്ദിക്കുക. കൂലി ഓട്ടോറിക്ഷ പണിയാണ്, പക്ഷേ അയാൾ ആ തൊഴിലിൽ ആനന്ദം അനുഭവിക്കുകയാണ്. ചില ഓട്ടോറിക്ഷക്കാർ ശപിക്കുന്നുമുണ്ട്. ഇത്രയും പോരാ എന്ന് പറഞ്ഞ് 30 രൂപയുടെ ഓട്ടത്തിന് 70 രൂപ മിനിയാൻ എന്നോട് ഒരാൾ ചോദിച്ചു. 35 രൂപ പരമാവധിയുള്ള ഓട്ടത്തിന് 70 രൂപ. ഞാൻ ചോദിച്ചു ഇതോ എന്നാൽ 60 എങ്കിലും ഇതാ. അയാൾ വഴക്കുണ്ടാക്കുക. ഒരേ പണിയാണ് ചെയ്യുന്നത്. അപ്പം ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദം അനുഭവിക്കുന്നതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. ആ മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ക്ഷേത്രങ്ങളിൽ നിന്ന് അത്തരം മനോഭാവം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, ഗാന്ധിജി പറഞ്ഞു ക്ഷേത്രം എന്ന് പറയുന്നത് വെറും ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല. നാം ഒരു രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ ഗാന്ധിജി പറഞ്ഞത് ക്ഷേത്രം ഹിന്ദു സമൂഹത്തിനെ സൃഷ്ടിച്ചത് ക്ഷേത്രവും കൂടി ചേർന്നിട്ടാണെന്നാണ്. ഭാരതത്തിൻ്റെ ഐക്യം സൃഷ്ടിച്ചത് ക്ഷേത്രങ്ങളാണ് ാണ് ഗാന്ധിജി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്യം ഇതാണ്: നാം ഒരു രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ നമുക്കിടയിൽ ഭിന്നതയൊന്നുമില്ലായിരുന്നു എന്നർത്ഥമില്ല. പലതരം ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഭാരതത്തിലെ മഹാപുരുഷന്മാർ കാൽനടയായോ കാളവണ്ടിയിലോ രാജ്യം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. അവർ പരസ്പരം ഭാഷകൾ പഠിച്ചു. അവർക്കിടയിൽ അകൽച്ചയില്ലായിരുന്നു. തെക്ക് രാമേശ്വരത്ത് സേതുബന്ധനം നടത്തിയ നമ്മുടെ പൂർവികന്മാരുടെ ഉന്നം എന്തായിരുന്നു? കിഴക്ക് ജഗന്നാഥം, വടക്ക് ഹരിദ്വാരം തുടങ്ങിയ പുണ്യകേന്ദ്രങ്ങൾ അവർ സൃഷ്ടിച്ചു. ദൈവത്തെ പൂജിക്കലാണ് ലക്ഷ്യമെങ്കിൽ അത് വീട്ടിൽ വച്ചാകാമെന്ന് അവർക്ക് അറിയാമായിരുന്നു. സദ്ഭാവനയുടെ പ്രകാശം ആര് അന്തരംഗത്തിൽ വഹിക്കുന്നുവോ അവരുടെ ഭവനങ്ങളിൽ ഗംഗയൊഴുകുമെന്നാണ് പൂർവികർ നമ്മളെ പഠിപ്പിച്ചത്. പ്രകൃതി നിർമ്മിച്ചത് അഖണ്ഡമായ ഒരു രാജ്യമാണെന്ന് അവർ കണ്ടു. രാഷ്ട്രത്തിൻ്റെ നാനാഭാഗങ്ങളിലും അവർ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. ലോകത്തിൽ മറ്റൊരിടത്തും കാണാത്ത മട്ടിലുള്ളൊരു ദേശീയ ബോധം അവർ ജനങ്ങളിൽ ജ്വലിപ്പിച്ചു. 2 ഇംഗ്ലീഷുകാർ തമ്മിലുള്ള ഐക്യം പോലെയല്ല നാം 2 ഭാരതീയർ തമ്മിലുള്ള ഒരുമ. പരിഷ്കൃതരും മാന്യരുമെന്ന് സ്വയം കരുതുന്ന എന്നെയും നിങ്ങളെയും പോലുള്ളവരാണ് ഇന്ത്യ പല രാഷ്ട്രമാണെന്ന് കരുതുന്നത്. ഭാരതം ഒന്നാക്കി മാറ്റിയത് ക്ഷേത്രങ്ങളാണ് എന്നർത്ഥം. ഭാഷ അറിയാത്ത നമ്മൾ
വേഷമറിയാത്ത നമ്മൾ പല ആഹാരം, ആചാരം, വേഷം, ആഘോഷം ഒക്കെ വ്യത്യസ്തമായിരുന്നിട്ടും കാശിയിലും രാമേശ്വരത്തും അയോധ്യയിലും സോമനാഥത്തിലുമൊക്കെ ഭാരതീയർ കാൽനടയായും കാളവണ്ടിയിലും പോയത് എന്തിനാണ്? ഭാരതീയരായ നമ്മളൊന്നാണ്, ഹിന്ദുക്കളൊന്നാണ് എന്ന ബോധം സൃഷ്ടിക്കുവാൻ മഹാക്ഷേത്രങ്ങളെ കൊണ്ട് കഴിഞ്ഞു. അതിനായിരുന്നു ക്ഷേത്രങ്ങൾ നമ്മുടെ പൂർവികന്മാർ സ്ഥാപിച്ചത് എന്ന് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ കൈപ്പഴയിലുള്ള ജനങ്ങളെയെങ്കിലും ഒന്നിപ്പിക്കുവാൻ കഴിയണം. ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ, ഏത് ഉദ്യോഗത്തിൽപ്പെട്ടവരുമാകട്ടെ, ഏത് തൊഴിലെടുക്കുന്നവരുമാകട്ടെ, ഏത് സ്ഥാനങ്ങളിലുള്ളവരുമാകട്ടെ, ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഒന്നാണ്. ആ ഒന്നായി മാറുന്നു എന്ന ബോധം ക്ഷേത്രത്തിൻ്റെ പടിക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഉപേക്ഷിക്കാതിരിക്കുകയും വേണം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്ഷേത്ര മൈതാനിയിൽ നിന്ന് കിട്ടിയ, ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് കിട്ടിയ ആ ഗുണത്തിനെ നമ്മൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഉദ്യോഗസ്ഥലത്തും ഗൃഹങ്ങളിലും മറ്റിടങ്ങളിലും ആ ഗുണം പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ക്ഷേത്രം ക്ഷേത്രമായി മാറുന്നതും, ക്ഷേത്രം സമൂഹത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായി മാറുന്നതും, ക്ഷേത്രം സാംസ്കാരിക കേന്ദ്രമായി മാറുന്നത്, ക്ഷേത്രം ആധ്യാത്മിക കേന്ദ്രമായി മാറുന്നത്, ക്ഷേത്രം നാടിൻ്റെ പുരോഗതിയുടെ കേന്ദ്രമായി മാറുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ ഉള്ളിൽ മനുഷ്യത്വത്തെ നിറയ്ക്കുവാൻ, അവരുടെ ഉള്ളിൽ കാരുണ്യത്തെ നിറയ്ക്കുവാൻ, അവരുടെ ഉള്ളിൽ ത്യാഗബോധത്തെ വളർത്തുവാൻ, അവരുടെ ഉള്ളിൽ സഹന ശക്തി നേടിയെടുക്കുവാൻ, അവരുടെ ഉള്ളിൽ സാംസ്കാരിക ബോധമുണ്ടാക്കുവാൻ, അവരുടെ ഉള്ളിൽ കുടുംബ സംസ്കാരം വളർത്തുവാൻ, അവരെ നല്ല മനുഷ്യരാക്കി മാറ്റുവാൻ, വരും തലമുറകളെ നല്ല മനുഷ്യരാക്കി മാറ്റുവാനുള്ള ഇടമായി ക്ഷേത്രം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.